30 ദിവസം രാമായണം വായിക്കണം. അങ്ങനത്തെ രാമായണം ഇല്ല. ഇപ്പൊ നമ്മൾ രാമായണ തത്വം പറയുകയാണ്. രാമായണത്തിൽ ഏത് തത്വത്തെ അങ്ങ് എടുക്കും? ശംഭൂകനായ മതി. അപ്പൊ പൂജാർഹനായിരിക്കുന്ന ബ്രഹ്മചാരിയായിരിക്കുന്ന ഹനുമാന്റെ കൂടെയുള്ളവരെല്ലാവരും കല്യാണം കഴിച്ചവരാണ്. അപ്പോഴോ ഭാര്യ എന്ന് പറഞ്ഞാലോ ഇതെന്ന് പറഞ്ഞാലോ നേരെ പോയിട്ട് എടുക്കരുത്. ഭരിക്കപ്പെടുന്നവളാണെന്ന് പറഞ്ഞ് അർത്ഥം എടുത്താൽ പെട്ടു. പഞ്ചമഹാകന്യമാരില് ആദ്യത്തെ ആളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ജനകപുത്രിയായിട്ട് സീത വന്നു. ഇനി അഹല്യക്ക് മോക്ഷം കൊടുക്കുകയാണ് രാമൻ. അഹല്യ കലപ്പയേൽക്കാത്തവൾ എന്ന ഒരു സങ്കല്പത്തിലേക്ക് മാത്രം കണ്ടാൽ മതിയോ? അതോ ഗൗതമ മഹർഷിയുടെ പത്നി, ജനകരാജാവിന്റെ ഗുരുവായ ശതാനികന്റെ അമ്മ, ഇങ്ങനെയുള്ള പല രൂപങ്ങളും അഹല്യക്ക് അവിടെ വരുന്നുണ്ട്. ഇന്ദ്രൻ തെറ്റ് ചെയ്തിട്ട് അഹല്യ ശപിക്കുന്നത് എന്താ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. രണ്ട് കാരണങ്ങളാണ്. കാരണം ഓരോരുത്തരും കഥാപാത്രത്തെ കാണുന്ന യുക്തിയാണ് എല്ലായിടത്തും നമ്മൾ എടുക്കുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം കൊണ്ടുള്ള യുക്തിയാണ് നമ്മൾ എടുക്കുന്നത്. ഭർത്താവ് ഇന്ദ്രന്റെ മോശം കൊണ്ട് സംഭവിച്ചതിന് എന്തുകൊണ്ട് സ്ത്രീയെ ശപിച്ചു എന്നുള്ളതൊക്കെയാണ് ചോദ്യം വരുന്നത്. യഥാർത്ഥത്തിൽ 2 കാരണം കൊണ്ടാണ് അത് പറയാൻ കാരണം. ശരിക്കും ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് നമ്മൾ 2ആയിട്ട് കണക്കാകാറില്ല ഭാരതത്തിൽ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പുരുഷനായിട്ട് മനസ്സിലാക്കേണ്ടതായിരുന്നു. അപ്പൊ അതുവരെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ, അഹല്യക്ക് ഉണ്ടെങ്കിൽ അത് പൂർണ്ണതയല്ല. വേറെ ആർക്കും മനസ്സിലാവും അത് മറ്റൊരു സ്ത്രീ അല്ല. അത് പരപുരുഷ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞോളണം. കാരണം ശരീരം കൊണ്ടല്ല ഭർത്തൃത്വം വരുന്നത്. നേരെ തിരിച്ചും ഒരാളെ മാത്രമല്ല ഞാൻ പറയുന്നത്. ഒരു യക്ഷിയോ ബാക്കിയുള്ള ആരെങ്കിലും ഒരു സ്ത്രീയുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ സ്വരൂപത്തിൽ വന്നാൽ അത് തിരിച്ചറിഞ്ഞുകൊള്ളണം. കാരണം ശരീരം മാത്രമല്ല, ഇന്ദ്രന് രൂപം ധരിക്കാനേ പറ്റൂ. ഗൗതമനാവാൻ പറ്റില്ല. എന്നിട്ടും തിരിച്ചറിഞ്ഞില്ല. അവിടെയാണ് ധർമ്മപ്രശ്നം. അതുകൊണ്ടാണ് ശാപം. ശരിയല്ലേ? ഈ യുക്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? രൂപം മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്ദ്രൻ രൂപം ധരിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗൗതമനാകാൻ ഇന്ദ്രന് സാധ്യമേ അല്ല. ഗൗതമോഷി ആവാൻ പറ്റില്ല. ഗൗതമന്റെ രൂപം ധരിച്ചു എന്നാണ്. ആ രൂപത്തെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അഹല്യയുടെ കുറവാണ്. രാമൻ മോക്ഷം കൊടുക്കുന്നു. അത് തന്നെ. ശരിക്കും പറഞ്ഞാൽ അഹല്യ എന്ന് പറഞ്ഞാൽ ഹല വിലേഖനി എന്ന, അല്ലെങ്കിൽ ഒരു കലപ്പ കൊണ്ട് ഉണ്ടാക്കിയതെന്നാണ്. അതല്ലാത്തവൻ ആരോ എന്നുള്ളതാണ് ഗൗതമന്റെ പത്നിയായിരിക്കുന്ന അഹല്യയുടെ ഇത് പറയുന്നത്. ആ ധർമ്മത്തിന് മോക്ഷം കൊടുക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. സ്വരൂപത്തെ മനസ്സിലാക്കി കൊടുക്കും. കഴിഞ്ഞു. കലപ്പ കൊണ്ട് ഉഴുതതിനെയാണ് നമ്മൾ സാധാരണ ഹലം എന്ന് പറയുന്നത്. അഹല്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്തത് എന്തോ, അതാണ് അഹല്യ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അവൾ ഉണ്ടാക്കിയതല്ല സത്യം പറഞ്ഞ, മറ്റൊരാളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. തന്റെ ദോഷത്തിലേക്ക് വന്നു എന്ന് മാത്രം. ആ ദോഷത്തെ നിവാരണം ചെയ്തു കൊടുത്തു. അത്രയേ ഉള്ളൂ അർത്ഥം. അപ്പൊ ഇത് സാധാരണ നമ്മൾ ലോകത്ത് ഒരു സാധനം നോക്കിയാൽ മതി. രാമായണത്തിലോ മഹാഭാരതത്തിലോ ഉണ്ടാകുന്ന ഇതിവൃത്തങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ ഉണ്ടായതും ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നതാണ്. സത്യമെന്നല്ല പറയേണ്ടത്. ഇത് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് രൂപസങ്കല്പങ്ങളിൽ ഭ്രമം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആർക്ക്? സാക്ഷാൽ ഗൗതമന്റെ പത്നിയായിരിക്കുന്ന അഹല്യയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. മനസ്സ് രമിക്കാൻ സാധ്യതയുണ്ട്. ഇത് പഠിപ്പിക്കുന്നതാ. നിങ്ങൾ അവിടെ പോയി ക്രിറ്റിസിസം ചെയ്യല്ല ചെയ്യണ്ടേ. നമ്മൾ ക്രിറ്റിസിസം ചെയ്യുക. അഹല്യയ്ക്ക് അങ്ങനെ ആക്കിയില്ലേ, അയാൾ ശരിയാണോ തെറ്റാണോ, ഇതല്ല ചോദ്യം. പഠിപ്പിക്കുന്നത് ധർമാധർമ്മ ഉപദേശമാണ്. ധർമാധർമ്മ ഉപദേശം വന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യതയുണ്ടെന്ന ആചാരം നിങ്ങളെ വ്യംഗ്യരൂപേണ ബോധിപ്പിക്കുന്നതാണ്. നിങ്ങളിൽ ചിന്തിച്ചു കൊള്ളണം. അവിടെ കൊണ്ട് ചോദ്യം ചെയ്യരുത് സത്യമാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണ് നമുക്ക് അപകടം വരുന്നത്. ഇത് തന്നെയാണ് താരയുടെ കേസിലും സംഭവിക്കുന്നത്. എക്സാക്ട്ലി. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ താര എന്താ ശരിക്കും അർത്ഥം? നക്ഷത്രം എന്ന അർത്ഥത്തിലാണോ? എന്താ അതോ വഴി എന്നുള്ള അർത്ഥത്തിലാണോ? പ്ലവന തരണയോഹോ, നിങ്ങളെ മുൻപിലേക്ക് നയിക്കുന്ന ദേവിയെ പറയുന്നവരാണ് താര. ശരിക്കും ദശമഹാവിദ്യയിലും വരുന്നതാണ് താരയായിട്ട് പറയുന്നത്. മൂലമായ ഭഗവതിയാണ് താര. ദേവിയാണ്, ഉഗ്രരൂപിണിയായ ദേവിയാണ് താര അല്ലെ? ഉഗ്രരൂപത്തിലല്ല യഥാർത്ഥത്തിൽ. വ്യക്തിഗതമായിട്ട് പറഞ്ഞ മഹാവിദ്യകൾ നോക്കിയ വ്യക്തി എന്നെല്ലാം പറയാം. മൂലമായ ഭഗവതിയാണ്. അമ്മ എന്ന് നേരെ പറയാം. എന്താണ് അപകടം എന്ന് ചോദിച്ചാൽ ഭഗവതി എത്രമായിട്ട് പറയാം, സൂക്ഷ്മമാണ്. ഏറ്റവും അതിസൂക്ഷ്മമായിരിക്കുന്ന പ്രാണനെയാണ് താരയായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് നീലക്കടലിന്റെ നീല പറയുന്നത്. അത് തന്നെ. നിങ്ങളെ നയിക്കുന്ന പ്രാണനാണ്. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നേരെയാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം മൂലത്തിലാണ് അടിയുള്ളത്. അതുകൊണ്ടാണ് താരയെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ. കാരണം വെച്ചാൽ ഒരു 21 ഉരു എടുക്കുമ്പോൾ തന്നെ ശ്വാസം പിടച്ചു തുടങ്ങും. കാരണം വെച്ചാൽ നിങ്ങളുടെ നാടിയെല്ലാം കിടന്ന് പിടയ്ക്കും കിടന്നിട്ട്. അപ്പോഴാണ് ഭ്രമിക്കുന്നത്. കാരണം പിടിച്ചാൽ കിട്ടൂല പ്രാണനിലടിക്കുമ്പോൾ. ബാക്കിയുള്ള എല്ലാം ഉപദേവതകളിലേക്ക് നിൽക്കുമ്പോൾ താരയെല്ലാം പ്രധാന ദേവതകളാണ്.
ഇതും അത് തന്നെയാണ്. പ്രാണനോട് ചേർന്ന് നിഗമിക്കുന്ന ശക്തിയെ പറയുന്ന പേരാണ് താര. ഇത് പ്രാണനാണെങ്കിൽ അതിന്റെ ശക്തി ഭാവമാണ്. ഒന്നും കൂടെ എളുപ്പത്തിൽ മധുവായിട്ട് മനസ്സിലാക്കാൻ എളുപ്പം എന്താ വെച്ചാൽ, ഇപ്പോൾ വായു ആണെന്ന് വിചാരിക്കും, പ്രാണനാണെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ അതിന് ഞങ്ങൾ പറയുന്നത് ആകാശാത് വായു, ആകാശത്ത് വായു ഇങ്ങനെ പറയുന്നത്. വായു ചലിച്ചാൽ മാത്രമേ ശബ്ദം ഉണ്ടാവും ആണല്ലോ, അതായത് സ്പേസ് ഉണ്ടാവും. സ്പേസ് ഉണ്ടാകാതെ വായുവിന് ചലിക്കാനും പറ്റൂല. അപ്പോൾ പറയൂ ആർക്ക് ഫസ്റ്റ്? അപ്പോൾ പ്രാണനായിട്ട് ശിവനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ താര എന്നുള്ള ദേവിയെ നിങ്ങൾക്ക് ഇപ്പുറത്ത് വലിക്കാം, കാരണം ഇവളില്ലാതെ ഇത് ചലിക്കൂല. എത്തിയില്ലേ? അപ്പൊ ഈ ഇതിന്റെയും പൂരണത്തോട് നിൽക്കുന്ന ശക്തിഭാവത്തെയാണ് താര എന്ന് പറയുന്നത്. ശ്രീപത്മനാഭന്റെ പാദത്തില് ദേവി പ്രതിഷ്ഠ അത് തന്നെയാണ്, ഗതിരൂപണമാണ്. വ്യാനം ചലിക്കണോ ദേവി വേണം, ഇതില്ലേ അതില്ല. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. ഇതാണ് അധികം, ഇതാണ് ഇതെന്ന് പറയേണ്ട കാര്യമില്ല. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ശിവശക്തി സംയോഗമായ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത്. മണ്ഡോദരി ഇനിയിപ്പോ നമുക്ക് ഇത്രയും പറഞ്ഞ നിലയ്ക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു കിണറ്റിൽ നിന്ന് വന്ന തവള എന്ന വിധത്തിൽ മണ്ഡോദരി എന്നുള്ള വിധത്തിൽ അതിനെങ്ങനെ? മണ്ഡോദരി സാധാരണ രീതിയിൽ നമ്മൾ മണ്ഡോദരി എന്നും പറയാറുണ്ട്, മന്ദോദരി എന്നും പറയാറുണ്ട്. സാധാരണ രണ്ട് മനധാതുവിന്റെ പ്രയോഗമാണെന്ന് പറയും, ജ്ഞാനത്തിന്റെയാണ് സാധാരണ പറയുക മന്ദോദരിയിൽ. അപ്പോൾ മന്ദമായ അന്നാദികളെ പൂരിപ്പിക്കുന്ന സ്ഥലമാണ് ഉദരം. അത് മന്ദമാകുന്ന ഒരവസ്ഥ, ഇതാണ് സാധാരണ മന്ദോദരി എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാകുന്നത്. അതിപ്പോൾ ജ്ഞാനത്തെ പറയുകയാണെങ്കിൽ പതുക്കെ കേൾക്കുക, പതുക്കെ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് പറയുക. ഇല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്നവളെന്ന് പറയില്ലേ, ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും മന്ദത വരും. എന്ന് വെച്ചാൽ വേണ്ടതും വേണ്ടാത്തതും ചിന്തിച്ചുറപ്പിച്ച് നടക്കുന്നത്. ഈ രണ്ടവസ്ഥയിലും പറയും. കാരണം മയനാണേ, പുത്രിയാണ്. അപ്പൊ മയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗതി തുടങ്ങുന്നതാണ്, അതിന് സൃഷ്ടിയാണ് മയന്റെ പ്രത്യേകത, അതിന്റെ പുത്രിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരം പറയുന്നൊരു സാധനമുണ്ട്, രണ്ടവസ്ഥയിൽ മന്ദത വരും. ഒന്ന്, എന്റെ ഗുരുനാഥനൊക്കെ പറയട്ടെ ഇങ്ങനെ ഇരിക്കണ്ടാവും. ജ്ഞാനത്തിന്റെ പൂർണ്ണത വരുമ്പോഴത്തേക്കും പ്രവൃത്തി പതുക്കെ മന്ദീഭവിക്കും. കാരണം ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നും, വേണ്ടത് മാത്രം ചെയ്യും, അപ്പോഴും അടങ്ങും. നമ്മൾ പറയും അടങ്ങും. രണ്ടാമത്തെ ഒരവസ്ഥയുണ്ട് മന്ദോദരത്വം. നമ്മൾ പറയില്ലേ ബോധം കൊണ്ട് തന്നെ ഇല്ലായ്മ, ഇല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകാതെ. ഈ രണ്ടവസ്ഥകളെയും നമ്മൾ മന്ദോദരത്വം പറയാറുണ്ട്. ഈ രണ്ടവസ്ഥയും അവൾ കാണുന്നുണ്ട് പലപ്പോഴും. രാവണനെ ഉപദേശിക്കുന്ന സമയത്ത് കൃത്യമായി പറയുന്നുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന്. അതേമാതിരി തന്നെ മറ്റൊരവസ്ഥയും വരുന്നുണ്ട്, പറയാതിരിക്കുന്ന അവസ്ഥയും. ഈ രണ്ടവസ്ഥയും കയറി വന്ന തവള എന്നൊരു സങ്കല്പം അവിടെ പറയുന്നുണ്ട്. ഉണ്ട്. അത് തവളയെ യോജിപ്പിക്കുന്നത് വൈദികത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് മണ്ഡൂകം. മണ്ഡൂകത്തെ പോലെ ആവണം എന്നാ പറയാ. ജ്ഞാനി എല്ലായ്പ്പോഴും മണ്ഡൂകത്തെ പോലെ ആവണം. എന്താ വെച്ചാ മണ്ഡൂകം എല്ലായ്പ്പോഴും പുറത്തു വരില്ല. തവളകൾ തന്റെ യോഗ്യമായ അവസ്ഥയിൽ മാത്രമേ തവള ഒച്ചുണ്ടാക്കൂ. എപ്പോ ഇടിവെട്ടി മഴ വരുമ്പോൾ തനിക്ക് പുറത്തേക്ക് വരുന്ന സമയത്ത് മാത്രമേ വരൂ. അല്ലെങ്കിൽ ആ കുളത്തിൽ കാലും വെച്ച് തന്റെ സംസ്കാരത്തിൽ ഇരുന്നുകൊണ്ട് ഉറങ്ങിക്കിടക്കും. ഈ കൂപമണ്ഡൂകം ആവരുത് എന്ന് പറയുന്നത് ശരിയല്ല, നേരെ തിരിച്ചാ. കൂപമണ്ഡൂകം ആകരുതെന്ന് പറയുന്നതിന്റെ കാരണം വെച്ചാൽ വേണ്ട സമയത്ത് കൂടെ പുറത്തു വരാതിരിക്കുമ്പോഴാണ്. വേണ്ട സമയത്തെ സംസാരിക്കാം. മണ്ഡൂകത്തിന്റെ പ്രത്യേകതയാണ് ഉച്ചസ്വരത്തിൽ ഇടിവെട്ട് വരുമ്പോൾ മാത്രമേ അവൻ പുറത്തേക്ക് രാഗം ഉണ്ടാകൂ. അതേപോലെ യോഗ്യനായ വ്യക്തി എപ്പോൾ ചെയ്തു കൊള്ളണം? വേണ്ടത് വേണ്ട സമയത്ത് പറയുന്നവനെ പോലെ ആയിരിക്കണം, പറയാതിരിക്കരുത്, പറഞ്ഞു കൊള്ളണം. മണ്ഡൂകം എപ്പോഴാണോ യോഗ്യമായ സ്ഥലത്ത് പറയുന്നത് അതുപോലെ ഒരു വ്യക്തി തൻ്റെ സ്വരൂപത്തിൽ നന്നായി അനുഷ്ഠിച്ചുകൊണ്ട് കാലം ജപിക്കുകയും കാലം എത്തിക്കഴിഞ്ഞാൽ സംസാരിക്കുകയും വേണം. ഇപ്രകാരം മണ്ഡൂകത്തെ പോലെ. കൃത്യല്ലേ? അഹല്യമോക്ഷത്തിൽ നിന്നാണ് നമ്മൾ പഞ്ചമഹാകന്യമാരിലേക്ക് എത്തിയത്. ഇവിടുന്ന് വരുമ്പോഴുള്ള ഏറ്റവും വലിയ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് രാമന്റെ വിച്ഛിന്ന അഭിഷേകമാണ്. അഭിഷേക വിഘ്നം സംഭവിക്കുന്നു. അഭിഷേക വിഘ്നം സംഭവിക്കുമ്പോൾ നേരത്തെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു, കൈകേയി രാമൻ ഒക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും ദശരഥൻ എന്ന് പറയുന്ന രാജാവ് കൈകേയിക്ക് വരം കൊടുത്തു. ആ വരം ചോദിക്കുന്നു, മന്ദര വന്നു ചെയ്യുന്നു, നിന്റെ രാജ്യമോഹങ്ങൾ നഷ്ടമാവുന്നു, നിന്റെ മകൻ അനുചരനായി മാറുന്നു, നിന്റെ പരമ്പര ദാസന്മാരുടെ പരമ്പരയാവുന്നു. എന്താണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്? ഇത് എളുപ്പത്തിൽ മനസ്സിലാകാൻ പറ്റുന്നൊരു സാധനമുണ്ട് നമുക്ക്. ഇപ്പോൾ ഡിഗ്രി MA വരെ നന്നായിട്ട് പഠിച്ചിരുന്ന, ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ ഏറ്റവും നന്നായിട്ട് വളർന്നൊരു കുട്ടി ഇല്ലെങ്കിൽ ഒരു വ്യക്തി പെട്ടെന്ന് മോശമാകുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ ഇവന് പറ്റി, ഇവനൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന്. ഇത് ലോകത്തെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അത് സംഗതി ഗുണം കൊണ്ടോ ഒരു പ്രത്യേക അവസ്ഥ കൊണ്ടോ ഒരു പ്രത്യേക വിഷയത്തെയോ നമ്മൾ പിൻപോയിസൺ കൊടുത്താൽ ഒരു സാധാരണക്കാരന് സംഭവിക്കുന്നതാണ്. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കൈകേയിക്കും ഒരു പ്രത്യേക അവസ്ഥയിൽ മന്ദര ഒരു വിഷയത്തെ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇച്ഛയാണല്ലോ
ഞാൻ കൈകയുടെ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കുന്ന ഇച്ഛയാണ്. അത് ദുഷിക്കാൻ അധികം നേരമൊന്നും വേണ്ട. സംഗതി ഗുണം കൊണ്ടോ അന്നദോഷം കൊണ്ടോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലാവാം. അത് നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് കാണിക്കുന്നതാണ്. അതുവരെയും രാമനെ സ്വന്തം പുത്രനെ പോലെ നോക്കിയിരുന്ന കൈകേയിക്ക് പോലും ഒരു പ്രത്യേക അവസ്ഥ വരുമ്പോൾ വരുന്നുണ്ട്. ഏത് ശ്രേഷ്ഠനും വരും, അത് വരാൻ സാധ്യതയുണ്ട്. അത് ബോധിപ്പിക്കുന്നതാ. കൃത്യമല്ല, ഒരാൾ വിചാരിച്ചാൽ മതി. ഒരൊറ്റ ആള് രണ്ടോ ദിവസം കൊണ്ട് കൈകേയി പോലെ ഒരാളെ മാറ്റാൻ സാധിക്കുന്നു. ശ്രദ്ധിച്ചോളണം, പായസം കഴിച്ച് ഉണ്ടാക്കിയ കുട്ടിയാണ്, എന്നിട്ടും 2ആയും 3ആയും കാണേണ്ടി വന്നു. അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്നൊരു സാധനം എന്ന് വെച്ചാൽ, നിങ്ങൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചോളണം, നിങ്ങൾ എത്ര ശ്രേഷ്ഠമാണെന്നുള്ളത് പ്രമാണമല്ല. ഇത് എളുപ്പത്തിൽ വേറൊരു കാര്യം കൊണ്ട് പറയാം. ഞാൻ ഇതിനു മുമ്പൊരു ചർച്ചയിൽ വന്നതാണ്, വ്യാസൻ പൂജനീയനാണോ എന്ന് ചോദിച്ചു. എല്ലാ ചർച്ച വന്നതാണ്. അപ്പോൾ വ്യാസൻ പൂജനീയനാണെന്ന് വെച്ചാൽ വ്യാസൻ പൂജനീയനല്ല എന്ന് പ്രമാണം പറയണം. എന്തുകൊണ്ടായിരിക്കും? അമ്മ പറഞ്ഞതുകൊണ്ട് സ്ത്രീകളിൽ രമിച്ചു വന്നു കുട്ടികളുണ്ടാക്കാൻ. അതിന്റെ പാപഫലമാണ് പാണ്ഡുവായിട്ടും ഇവരൊക്കെ ആയിട്ട് വരുന്നത് ആണല്ലോ. ചോദ്യം, ഭാരതത്തെ സ്ത്രീകൾ സമ്മതിക്കാതെ അമ്മ പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് ഒരു പരസ്ത്രീയിൽ അഭിഗമിച്ചത്? അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണല്ലോ കണ്ണടച്ചു പോയത് രൂപം കൊണ്ടും. അപ്പൊ ആ സ്ത്രീകൾക്ക് സാമീപ്യം ഇഷ്ടമല്ലായിരുന്നു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വ്യാസൻ പൂജനീയനാണോ? അല്ല. അപ്പൊ ഈ ചോദ്യം ഞാൻ ചോദിച്ചപ്പോ ഇത് വലിയൊരു ചോദ്യമാണ്. വ്യാസപൂർണിമയാണെന്നാണ് ചോദിക്കുന്നത്. അതെ. അപ്പോ വ്യാസൻ ഇതിന് ഉദാഹരണം പറയുകയാണ് വൈശമ്പായനോട്. ഞാൻ ഭാരതത്തിൽ നോക്കി ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കാൻ വേണ്ടി, അങ്ങനത്തെ ഒരു കഥാപാത്രം ഇല്ല ഭാരതത്തിൽ. സ്ത്രീകളുടെ അനുമതി ഇല്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിച്ച ഒരു കഥ എനിക്ക് ഭാരതത്തിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിവൃത്തമാക്കി എന്നെ തന്നെ വെച്ചുകൊണ്ടൊരു കഥാപാത്രത്തെ ഉണ്ടാക്കി. കാരണം മറ്റൊരാളെ വെക്കുന്ന ഇല്ലാത്തൊരു സാധനം പറയുന്നത് എനിക്ക് ധർമ്മമല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അവിടെ വെച്ചു. എന്നിട്ട് പറയാണ്, വ്യാസനായിരിക്കുന്ന ഞാൻ, വേദത്തെ വ്യസിച്ചവനായ ഞാൻ പോലും പരസ്ത്രീയെ തൊട്ടാൽ ഇങ്ങനെ ധർമാധർമ്മങ്ങളിൽ ച്യുതി വരുന്ന കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ മഹാഭാരതം ഉണ്ടാക്കിയത് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം അത് തന്നെയാണ്, ഏതാണ് ശരി ഏതാണ് തെറ്റ്? ഇവിടെ വരുന്നത്. അപ്പൊ കൈകേയിയുടെ ഇത് വരുന്നത് ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ സംഭവിക്കും. ഇത് മാത്രം എടുത്താൽ മതി വ്യക്തികൾ. ശരി തെറ്റെന്നുള്ള രണ്ടാമതാണ്. അവിടത്തെ ശരി എന്നല്ല പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ഇതിവൃത്തമാക്കിയെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചുകൊള്ളണം. ദശരഥന്റെ പത്നിമാരാണ്, ഓർത്തോളണം, അയോധ്യാപതിയാണ്. രാമനെ പോലെ ഒരു അവതാര പുരുഷനെ ഉണ്ടാക്കിയിരിക്കുന്ന അവിടുത്തെ ആ കുലത്തിൽ ജനിച്ചാണ്. എന്നിട്ടും കൈകേയി പെട്ടു. ഇതല്ലാതെ ദശരഥന് 250 പത്നിമാർ കൂടിയുണ്ട് എന്നുള്ളൊരു വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. പത്നി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളണം, നമ്മൾ എല്ലായ്പ്പോഴും കൂടെ സഞ്ചരിക്കുന്ന അർത്ഥത്തിലാണ് പറയുക. എല്ലായ്പ്പോഴും പത്നി സമേതൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും പൂർവാപരങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വേണം എങ്ങനെയെന്ന് പറയാം നമ്മൾ. അതായത് ഒരു കഥാപാത്രങ്ങളാണ് ഞാൻ പറയുന്ന, സ്ഥിരമായിട്ട് പറയുന്നതാണ്. ഇപ്പൊ ശൂർപ്പണഖ എന്തുകൊണ്ട് എന്ന് ഞാൻ ചവിട്ടിയതിന്റെ കാരണം വെച്ചാൽ, പൂർവാപരങ്ങളെ നമ്മൾ യോജിപ്പിക്കാതെ പറഞ്ഞാൽ അത് മുമ്പിലിരിക്കുന്ന ബുദ്ധിഭ്രംശത്തെ ഉണ്ടാക്കും. അപ്പൊ ആ ഇതിവൃത്തത്തെ പറഞ്ഞുകൊണ്ടിട്ടാണ് ഇത് എന്താന്ന് പറയുക. തുടങ്ങണം. ഇപ്പൊ കൃഷ്ണന് 1008 ഇത് ഉണ്ടെന്ന് പറയുമ്പോ മനസ്സിലാക്കിക്കൊള്ളും, പൂർവാപരത്തെ യോജിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റാവും. അപ്പൊ ഇതിവൃത്തങ്ങളെ പറയുമ്പോൾ അതുകൊണ്ടാണ് അധ്യായം എന്ന് തന്നെ പറയുന്നത്. അധ്യായം എന്ന് പറഞ്ഞാൽ ലെസൺ എന്നുള്ള അർത്ഥം നമ്മൾ പറയുന്നത്. അധ്യേയം വിധിവത് പാലയിതവ്യം ഇതി ദായത്വേന ലബ്ധം. ഇതിപ്രകാരമേ ചെയ്യാവൂ, ഇതിപ്രകാരം ദായത്വം കൊണ്ട് നിനക്ക് ലഭ്യമായതാണ്, അത് ഇതിങ്ങനെ പോയിക്കോളണമെന്ന് പറഞ്ഞതുകൊണ്ടാ. എന്താ ശരിക്കും അർത്ഥം വരുന്നത്? ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണ്. 253 ഭക്തിമാര് ദശരഥന്, 1008 ഭക്തിമാർ, 16,008 ഭക്തിമാര് കൃഷ്ണൻ. അതെ, നമ്മൾ ഒരു ശാസ്ത്രത്തിൽ 3 തരത്തിലുള്ള ഭാഷകളെ പ്രയോഗിക്കും. ഒന്ന് തത്വം പറയുന്നത്, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന കാര്യങ്ങൾ. രണ്ടാമത്തത് ഉപദേശസമന്വിതമായിട്ടൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഈ നേരിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത കഥകളെയും ഇതിവൃത്തങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട്. മൂന്നാമത്തത് കർമ്മഠന്മാരായിരിക്കുന്ന ആളുകൾക്ക് കഥാതന്തുവിൽ കൂടെയും മറ്റു കാരണങ്ങളെയും ബോധിപ്പിക്കാനുള്ള ഭാഷ. ഇങ്ങനെ 3 കാരണങ്ങളെ നമ്മൾ യോജിപ്പിക്കും. അപ്പോൾ ഒരാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഇതിവൃത്തങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്ത കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ. ഇപ്പൊ 30 കോടി ദേവതകൾ എന്ന് പറഞ്ഞെന്ന് വിചാരിക്കും നമ്മുടെ ശാസ്ത്രത്തിൽ. അപ്പോൾ മനസ്സിലാകുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഇത് തന്ത്രത്തിൽ പറയുന്നതാണ് ദേവതകൾ ആണല്ലോ. അപ്പൊ ആ ദേവതകൾ എങ്ങനെ ഉണ്ടാകുന്നത്? അക്ഷരങ്ങളിലൂടെ ഉണ്ടാക്കുന്നതാണ് ദേവതകൾ ആണല്ലോ. വ്യക്തികളുടെ ഭാഷയാണ്. 50 അക്ഷരങ്ങളാണ്.
50 അക്ഷരങ്ങളിൽ എത്ര കോമ്പിനേഷൻ ഉണ്ടാവും? n×n-1 എന്നുള്ള മൾട്ടിപ്ലൈ ആണല്ലോ. ഇപ്പൊ അം നമ, ആം നമ, ഇം നമ, ഇങ്ങനെ പോയി. വീണ്ടും പറയാം ഓം അം നമ, വീണ്ടും കേറി ഓം അം കം നമ. എത്ര കോമ്പിനേഷൻ വരും? ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അവിടെ വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെ കേറുമ്പോഴാണ് സൃഷ്ടി സ്ഥിതി സംഹാരവും മൾട്ടിപ്ലൈ ചെയ്ത് 15×15 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇനി എത്ര ദേവതകൾ ഉണ്ടാവും? നിങ്ങൾ ഈ കോടി ശബ്ദത്തെ എടുത്തിട്ട് സംഖ്യാവാചകമായിട്ട് നിരത്തി നിർത്തുന്ന ഒരു സാധനത്തെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ പെട്ടു. കൃത്യമായില്ലേ? അതേപോലെ ഏത് അവസരത്തിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പൂർവാപരത്തെ യോജിപ്പിച്ചിട്ട് വേണം അതിന്റെ അർത്ഥതലത്തെ കൊണ്ടുവരാൻ. ഭാര്യ എന്ന് പറഞ്ഞാലോ ഇതെന്ന് പറഞ്ഞാലോ നേരെ പോയിട്ട് എടുക്കരുത്. ഭരിക്കപ്പെടുന്നവളാണെന്ന് പറഞ്ഞ അർത്ഥം എടുത്താൽ പെട്ടു. അതേപോലെയാണ് ഇവിടെ ദശരഥന്റെ പത്നിമാർ എന്ന് പറഞ്ഞാൽ ഏത് അവസ്ഥയെ ബേസിച്ചുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പത്നിമാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഭാര്യാപദമാണോ പറഞ്ഞിരിക്കുന്നത്, അതെല്ലാം തിരിച്ചറിഞ്ഞോളണം. ഗുണകർമ്മ ഭാഗം കൊണ്ട് അർത്ഥതലം മാറും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഞാൻ ഇത് നമ്മളെ ഇതിൽ നിന്ന് കഥാഗതിയിൽ നിന്ന് പെട്ടെന്നൊന്ന് മാറി ചോദിച്ചതാണ്. അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ പോരുമ്പോ ബാലി സുഗ്രീവ യുദ്ധം നമ്മൾ പറഞ്ഞു, അപ്പം സീതാന്വേഷണം പറഞ്ഞു. അവിടെ ഇവര് ശബരിയുടെ ആശ്രമത്തിൽ എത്തുന്നുണ്ട്. ഈ ശബരിയുടെ ഒരു കൺസെപ്റ്റ് എന്താണ്? ഇപ്പൊ നമ്മള് ഹംപിയിലെത്തുമ്പോൾ അത് കിഷ്കിന്ധയാണ് എന്ന് പറയുന്ന ആൾക്കാരെ കാണാം. അവിടെ സുഗ്രീവ ഗുഹയെ കണ്ടിട്ടുണ്ട്. ശബരിമല ഇവിടെയാണ്, ഇവിടെ വന്നിട്ടാണ് രാമൻ ശബരി നൽകിയ പഴങ്ങൾ കഴിക്കുന്നത്. എന്താണ് ഈ ശബരിയുടെ കൺസെപ്റ്റ്? ശബരി ഗച്ഛതി നമ്മൾ പറയില്ലേ, വനത്തിലേക്ക് പോകുന്നവരെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ശബരി എന്ന് പറയുക. അവിടെ താമസിക്കുന്നവരെയാണ് ശബരി എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. അതാണ് ശബരിമല എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. അത് പലതരത്തിൽ പറയാം. കാട്ടുവാസികൾ താമസിക്കുന്നവർ ഇല്ലെങ്കിൽ വനത്തിലേക്ക് പോകുന്നവർ, ഇങ്ങനെയുള്ള അർത്ഥത്തിലാണ് രണ്ടും എടുക്കാം. ശരിക്കും ഇതിന് എളുപ്പം മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. ഇപ്പൊ വാനപ്രസ്ഥം നമ്മൾ പറയില്ല, വനത്തിലേക്ക് പോകുന്നവർ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ വാനപ്രസ്ഥതല്ല. വനം എന്ന് പറയുന്ന ശബ്ദം നമ്മൾ ഉറച്ചു പറഞ്ഞില്ലേ, അതിൽ ഉറച്ചു നിൽക്കുന്നത് തന്റെ സ്വരത്തിൽ മാത്രം നിൽക്കുന്നവരാണ് വാനപ്രസ്ഥികൾ. പുറത്തെ ലോകത്തെ അങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സന്യാസം എടുക്കുക. ആദ്യം പുറത്തായിരുന്നു, അത് തന്നിലേക്ക് എടുത്ത് തന്നിൽ മാത്രം അടങ്ങി അതിനുശേഷം അതും ഉപേക്ഷിച്ചുകൊണ്ട് സന്യസിക്കുന്നതാണ് വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്നത്. അതെ, അത് തന്നെയാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ശബരി എന്ന് പറയുന്നത് ശരിക്കും വാനപ്രസ്ഥയായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ശബരിയാശ്രമം നമ്മൾ പറയുന്നത്. അവർ വേറെ ലോകത്തേക്ക് പോയിട്ടില്ല, അവരിലേക്ക് ചെന്നതാണ്. ഇനി അങ്ങേക്ക് കാര്യം മനസ്സിലാവും എന്തുകൊണ്ടാണ് ശബരി എന്ന് പറയുന്നത്. ശബരി പഴം കഴിക്കുന്നത് വളരെ കൃത്യമാണ്. അവന്റെ സ്വരൂപത്തെ മാത്രമാണ് ചെയ്യുന്നത്, ഫലത്തെയാണ് കഴിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് തന്റെ ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് ശബരി ജീവിക്കുന്നത്. വ്യവഹാരം വേറെ ഇല്ല. അതായത് തോന്നിയത് കഴിക്കുന്നവരല്ല, ശരിയല്ലാത്തത് മാറ്റുകയും ശരിയെ മാത്രം സ്വീകരിച്ചുകൊണ്ട് യോഗ്യമായത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് വാനപ്രസ്ഥയായിരിക്കുന്ന ശബരിയെ കണക്കാക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ശരി ഏതാണെന്ന് നോക്കിയാൽ ശബരിയെ കണ്ടാൽ മതി. എപ്പോഴാണോ നിങ്ങളുടെ ഗൃഹസ്ഥാശ്രമം തീരുന്നത്, ശുദ്ധമായി തീരുന്നത്, ആ സമയത്ത് നിങ്ങൾ വ്യവഹാരത്തിൽ നിന്ന് മാറി നിങ്ങളുടെ വ്യവഹാരത്തിൽ ഇരുന്നുകൊണ്ട് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വേണ്ടത് മാത്രം കൊടുക്കുകയും വേണ്ടാത്തത് മാറ്റി നിർത്തുകയും ചെയ്യണം. ഭഗവാന് കൊടുത്തു എന്ന് രാമന് കൊടുത്തു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളാം, നിങ്ങൾ ചെയ്യേണ്ട വൃത്തി അതാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യണം? നല്ലത് മാത്രം സ്വീകരിക്കുകയും വേണ്ടാത്തത് മാറ്റുകയും ചെയ്യണം. ശബരി കടിച്ചു കൊടുത്താണോ എന്നുള്ളതല്ല നിയമം. അതിലൂടെ നിങ്ങൾ എന്ത് ഗുണം നോക്കണം? ശ്രദ്ധിച്ചോളാം. രമന്തേ അസ്മിൻ യോഗിനഃ ഗുണരൂപേണ എന്നാണ്. ഗുണം കൊണ്ടാണ് രാമനെ യോഗിക്കുന്നത്. അപ്പോ കഥാപാത്രങ്ങളിൽ വാൽമീകി പറയുന്ന ഗുണത്തെ നിങ്ങൾ സ്വീകരിക്കും. ശബരി എന്തു ചെയ്തു എന്നാണ്. ശബരി കടിച്ചിട്ടാണല്ലോ രാമന് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഉത്തമമായതേ കൊടുക്കാവൂ. ഉത്തമമായത് ആർക്ക് കൊടുക്കാവൂ? നിങ്ങളുടെ മേധയ്ക്ക്. ഭഗവാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മേധ ഇല്ലെങ്കിൽ പ്രാണനാണ്. ആ മേധാസ്വരൂപനായിരിക്കുന്ന രാമന് യോഗ്യനായതേ കൊടുക്കാവൂ, അല്ലെങ്കിൽ പഴയ്ക്കും. അത്രയും ചിന്തിച്ചാൽ മതി. വരുന്നൊരു അതിഥിക്ക് കൊടുത്തു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. രാമനാണ് വരുന്നത്. നമ്മൾ രാമൻ എന്താന്ന് മനസ്സിലാക്കി അകത്ത് തന്നെയാണ്. ശരിയല്ലേ? അല്ലെങ്കിൽ സന്യാസിയായിരിക്കുന്ന വാനപ്രസ്ഥത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് അവിടെ നിൽക്കേണ്ട ആവശ്യം? പെട്ടെന്ന് ചോദിക്കുകയാണ്, സന്യാസിയായിട്ട് വന്നിട്ടാണ്, ആഷാഢഭൂതിയായി വന്നിട്ടാണ് രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നത്. അതും സീതാപഹരണം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇത് വീണ്ടും ഇത് ഈ ആഷാഢഭൂതി എന്നുള്ള ഒരു കൺസെപ്റ്റ് മറ്റൊരു ഘട്ടത്തിൽ കൂടി വരുന്നുണ്ട്. മാരീചൻ മാനായിട്ടാണ് വന്നതെങ്കിൽ കാലനേമിയും പിന്നീട് ഹനുമാന് ഒരു സന്യാസിയുടെ വേഷം ധരിച്ചാണ്
എന്തുകൊണ്ടായിരിക്കും വാൽമീകി അങ്ങനെ ഒരു ആഷാഢഭൂതി എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്? അത് രണ്ട് തലത്തിലാ. കാലത്തെ ഇതാക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സന്യാസം ചിന്തിക്കരുത്. ഞാൻ ഈ കാലഘട്ടത്തെ സന്യാസി ആയിരിക്കുമ്പോൾ തന്നെ പറയുന്നു, ഇപ്പോഴത്തെ സന്യാസം എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഒരു മഠാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടി എന്നാണ്. ഇപ്പൊ ഞാൻ എന്ന വ്യക്തി അഭിമാനിക്കുന്നത് ഇന്ന പരമ്പരയിൽ നിന്നുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലായിരുന്നു ശരിക്കും സന്യാസത്തിന്. അതായത് അഹങ്കാരമോ അഭിമാനമോ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ആ രൂപത്തിൽ വരുമ്പോഴാണ് നിങ്ങൾ എപ്പോഴും സ്വീകരിക്കുക. നിങ്ങൾക്ക് സംശയം എന്ന പ്രശ്നം ഉദിക്കുന്നില്ല അവിടെ. കാരണം വെച്ചാൽ എല്ലാം ത്യജിച്ചവരും ഏറ്റവും ശുദ്ധരുമായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ അത് മാറ്റി നിർത്തുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഇന്നത്തെ സന്യാസത്തെ വെച്ചുകൊണ്ട് പണ്ടത്തെ സന്യാസം എടുക്കരുത്. ഇപ്പൊ നർമ്മദാ പരിക്രമണത്തിന് പോയാൽ ഏതൊരു ഡോറിൽ മുട്ടിയാലും അവര് വാതിൽ തുറന്ന് നമുക്ക് അന്നം തരുമായിരുന്നു. ഇപ്പൊ തരുന്നുണ്ടോ എന്നുള്ള വേറെ കാര്യം. പക്ഷെ പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു നർമ്മദാ പരിക്രമണത്തിൽ. ഏത് വീട്ടിൽ വൈകുന്നേരം പൊട്ടിയാലും നമുക്ക് അന്ന് രാത്രി കിടക്കാനും ഭക്ഷണം തരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ സാധാരണക്കാർക്കില്ല. എന്തുകൊണ്ടായിരിക്കും ആ വസ്ത്രത്തിന് കൊടുത്തിരുന്നത്? അവരങ്ങനെ ആയിരുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വേഷത്തിൽ വന്നാൽ രണ്ടാമത് ചിന്തിക്കുന്ന പ്രശ്നം മറ്റവർക്കില്ല, ആലോചിക്കണ്ട. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഈസി വേ ആ രീതിയിൽ വരിക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് രണ്ട് ഭാവത്തെ മനസ്സിലാക്കിക്കൊള്ളണം. സന്യാസം ആ ഉത്തമ അവസ്ഥയിലുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വാൽമീകി പറയുന്നത്. അങ്ങനെയുള്ളവർക്കേ സന്യാസം വിധിയുള്ളൂ. അതുകൊണ്ടാണ് ഹനുമാനെ കബളിപ്പിക്കാനും സീതയെ കബളിപ്പിക്കാനും. കാരണം അങ്ങോട്ടേക്ക് നിങ്ങൾ നോക്കില്ല. ഇപ്പൊ ഈ വസ്ത്രം ഇടുന്നത് കൊണ്ട് മധുവേട്ടൻ മറ്റുള്ളവരടുത്ത് പറയുന്ന രീതിയിൽ എന്നെ കാണില്ല. ബാക്കിയുള്ളത് എന്തെങ്കിലുമൊക്കെ കുരുട്ടൊപ്പിക്കാം. പക്ഷെ ഈ വേഷം ഇട്ടുകൊണ്ട് യോഗ്യനായ സന്യാസിയാണ് വരുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ സംസാരിക്കും, അങ്ങനെ ചിന്തിക്കും. ശരിയല്ലേ? അല്ലാത്തവരാണ് ആഷാഢഭൂതിയായി മാറുന്നത്. അപ്പൊ മനസ്സിലാക്കിക്കൊള്ളും, ഇതാണ് തത്വസ്വരൂപം. ഇനി ഈ അന്വേഷണത്തില് ഹനുമാന്റെ ഏറ്റവും വലിയ ഇത് പറയുന്നുണ്ട്. ഹനുമാന്റെ സ്വരൂപം നേരത്തെ പറഞ്ഞു. ഈ ഹനുമാൻ കടല് കടന്ന് അത് ഉടലിനെ കടുക് മണിക്ക് തുല്യമാക്കുന്നുണ്ട്. കടുകിന് സമാനം ഉടൽ എന്ന് പറഞ്ഞിട്ട് കയറി ഇറങ്ങുന്നുണ്ട്. വലുതാക്കിയിട്ടും കിടക്കുന്നുണ്ട്. ഇതിന്റെ ഒരു കടല് കടന്നിട്ട് ചെന്നിട്ട് ലങ്കാലക്ഷ്മിയെ അടിച്ചതിന് ശേഷമാണ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉള്ളിൽ കയറുന്നത്. ഞാൻ രഹസ്യമായിട്ട് വന്നു പോരല്ല, ലങ്കയെ കത്തിച്ചിട്ടാ പോരുന്നത്, ഞാനൊരു വെറും ദൂതനല്ല എന്ന്. എന്താണ് ഈ ഒരു കൺസെപ്റ്റ്? നമ്മൾ ലങ്കയെ പറഞ്ഞിരുന്നല്ലോ, സ്വയം രമിക്കുന്ന സ്ഥലമാണ്. അതിലൂടെ കാണപ്പെടുന്ന എന്താണ് ലങ്കാലക്ഷ്മി. എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ഒരു ഭാഗമുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ രമിക്കുന്നതിൽ അഭിരമിച്ചുകൊണ്ട് താൻ ഉണ്ടാക്കുന്ന സൃഷ്ടിയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാത്തിലും ഉണ്ട്. അതിൽ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മണ്ടക്കടിക്കും. ഇത് സഹജമാണ്. എൻ്റെ ഗുരുനാഥനൊക്കെ പറയാറുണ്ട്, ആദ്യം ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ മൂടളക്കാൻ പറയും, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റൂ അതിലേക്ക്. അപ്പം നിങ്ങൾ രമിക്കുന്ന രാവണത്വത്തെ നിങ്ങൾക്ക് കളയണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അസ്തിത്വത്തെ അളക്കണം, എന്നിട്ടേ തുടങ്ങാൻ പറ്റൂ. അത് തന്നെയാണ് ശരിക്കും ഹനുമാൻ ചെയ്തിരിക്കുന്നത്. നിയന്ത്രണത്തോടു കൂടിയ പവനൻ കയറുന്നത് ശരിക്കും ഹൃദയത്തിലെ വിഷയത്തെ അടിച്ചുകൊണ്ടാണ്. അവിടെ നിന്ന് മാത്രമേ നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാനും ഹൃദയത്തിന്റെ വിഷയത്തെ നിയന്ത്രിക്കാനും സാധ്യമാവും. കാരണം കയറിയിരിക്കുന്ന വിഷയത്തെയാണ്, അല്ലേ? രമിക്കുന്ന ഞാൻ ഇതിലാണ്, ആണോ? ഇവിടെയാണ് ഹനുമാൻ ഊർധഗതിയായിട്ട് വരുന്നത്. അപ്പൊ ആദ്യം അടിക്കുന്ന എവിടെയായിരിക്കും? ഇവിടെയാണ്. അത് തന്നെയാണ് അടി. ആദ്യത്തെ ഇന്ദ്രിയങ്ങളില് നോക്കിയാൽ മതി. നാരായണ ഹോമധൂമ പ്രകട തട ജടാകോടി ഭോഗി പ്രപൂര, ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കൃത്യല്ലേ? അപ്പൊ ഹനുമാൻ അടിക്കുന്നുണ്ട്, ലങ്കാലക്ഷ്മിയെ തല്ലുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ലക്ഷദർശനേ, കാണുന്നതിനെയാണ്. എങ്ങനെ കാണുന്നത്? സ്വയം അഭിരമിക്കുന്നതായ താൻ എന്താണോ താനെന്ന് പറയുന്ന അഭിരമിക്കുന്നത് അതിനെയാണ്, ലങ്കേനെയാണ് അടിക്കുന്നത്. വേറൊരു സ്ഥലത്തും ഹനുമാൻ അടിച്ച ചരിത്രം ഇല്ല, ഉണ്ടോ? ഇല്ല. പിന്നെ അടിക്കുന്നുണ്ട് രാവണനെയാണ്, അതും ആസുരികമായ രാവണനെയാണ്. ശരിയല്ലേ? ആ ലങ്ക ഒഴിച്ചിട്ട് ഒരു ഹനുമാനെ തല്ലിയ സ്ഥലം പറയൂ? ഇല്ല. അപ്പൊ ലംഗത്വം വന്നാൽ, ഇല്ലെങ്കിൽ അഭിരമിക്കുന്ന അവസ്ഥ വന്നാലാണ് ഹനുമാൻ എടുക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്രഹ്മചാരി എന്ന് പറയുന്നവനെ. അങ്ങനെയുള്ള ഒരു അവസ്ഥ കൊണ്ടിരുന്നത് കൊണ്ട് അവൻ അഭിരമിക്കാൻ സമ്മതിക്കില്ല. അതായത് ബ്രഹ്മചാരി എന്ന് പറയുന്ന നമ്മളുടെ ഇന്നത്തെ ബ്രഹ്മചാരിത്വം അല്ല. ആ ലങ്ക എന്ന് പറയുന്ന സ്വയം അഭിരമിക്കുന്ന ആ ഇതിനെ അവൻ നശിപ്പിച്ച് നാരായണക്കല്ല് കത്തിച്ചളയും. അതിൽ നിന്നാണ് സ്വരൂപാനുസന്ധാനമായിരിക്കുന്ന രാമൻ ഉണ്ടാവും. വിഷയത്തെ നശിപ്പിക്കുന്നവനാണ് ഹനുമാൻ. അതുകൊണ്ടാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. ആ വിഷയം ഒരു ബ്രഹ്മചാരിയിൽ ഇല്ല. കത്തിയോ? ആശയം കൃത്യമായില്ലേ? ഒരു ബ്രഹ്മചാരി എന്താ ചെയ്യാ? വിഷയത്തിലൊന്നും ഇല്ലാതെ തൻ്റെ ഇതിൽ മാത്രം നിൽക്കുന്നതാണ്.
ആ അവസ്ഥയെ കൊണ്ടുവരുന്നതാണ് ഹനുമാൻ. അതുകൊണ്ടാണ് അവൻ ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് കരുത്തുണ്ടെന്ന് കാണിക്കലല്ല. അല്ല അല്ല നമ്മൾ ഈ ബ്രഹ്മചാരി എന്ന് പറയുന്നത് ഹനുമാനെ പൂജിക്കുന്ന സമയത്ത് അവൻ ബ്രഹ്മചാരി ആയിരിക്കണം എന്നൊക്കെ നിയമം പറയുന്നത് തത്വത്തെ ബോധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ വിഷയത്തിൽ ബോധിക്കുന്നവനാവരുത്, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഹനുമാനെ പൂജിക്കുന്നവർ ബ്രഹ്മചാരി ആവണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, അപ്പൊ സീതയും ശ്രീരാമനും എന്ത് ചെയ്യും? അങ്ങനെയുണ്ടല്ലോ. ലക്ഷ്മണനും ഇവനെന്ത് ചെയ്യും? അവരുടെ കുടുംബത്തിലെല്ലാവരും, സുഗ്രീവൻ. അപ്പൊ പൂജാർഹനായിരിക്കുന്ന ബ്രഹ്മചാരിയായിരിക്കുന്ന ഹനുമാന്റെ കൂടെയുള്ളവരെല്ലാവരും കല്യാണം കഴിച്ചവരാ. അപ്പോഴോ അവിടെ ഈ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് വന്നിരിക്കണം. ആഞ്ജനേയ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മചാരിയായിട്ട് ജീവിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ബ്രഹ്മചാരിത്വമല്ല, വിഷയവാസന ഉണ്ടാവരുത്. ലോക കല്യാണമാണ് നിങ്ങളുടെ ധർമ്മം. അവൻ പറയുന്ന ഒരു സാധനമുണ്ട്, ലോക കല്യാണത്തിന് രാമന്റെ കൂടെ. ആ ധർമ്മത്തിലൂടെ നിങ്ങൾ ജീവിച്ചു കൊള്ളണം എന്നുള്ളതാണ്. അല്ലാതെ ബ്രഹ്മചാരി ആയിരുന്നിട്ട് സ്വധർമ്മം ചെയ്യാതിരിക്കലല്ല. കൃത്യല്ലേ? നമ്മൾ ഈ ഇന്നത്തെ ബ്രഹ്മചര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് യോജിപ്പിക്കുന്നതുകൊണ്ടാ. എന്താ മത്സ്യം കഴിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് പറഞ്ഞുകൊണ്ട് ഹനുമാനെ നോക്കരുത്. ഹനുമാൻ എന്ന് പറയുന്നത് ധർമ്മത്തിന് വേണ്ടിയാണ്. വിഷയവാസനകളിൽ ഇതായിക്കൊണ്ട് അഭിരമിച്ചുകൊണ്ട് ലങ്കയിൽ പോയി ചാവരുത്, ഇതാണ്. അല്ലെങ്കിൽ അവൻ ദഹിപ്പിക്കും, ഇതാണ് സാധ്യത. അത്ര മാത്രമേ ഉള്ളൂ. ക്രിയയിലേക്ക് വരുമ്പോ ശ്രദ്ധിച്ചോളൂ. തന്ത്രത്തിലെ ക്രിയകളിലേക്ക് വരുമ്പോ കുറെ നിയമങ്ങൾ നമ്മൾ അതിന്റെ പ്രായോഗിക തലത്തിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഹനുമാൻ എന്ന് പറയുന്നത് ഇതാണ്. അത് പക്ഷേ രാമായണത്തിൽ വാൽമീകി ഉദ്ദേശിച്ചിട്ടുള്ള ഹനുമാൻ ഇതാണ്. അതാണ്, ഇത്രയും ക്ലിയർ അല്ലേ? അതെ. അപ്പോ ഇത് ഇനി അടുത്ത ഇത് വരുമ്പോ രാഘവ രാവണ യുദ്ധത്തിനൊത്തത് ആ യുദ്ധം മാത്രമേ ഉള്ളൂ എന്നാണ് വാൽമീകി പറയുന്നുണ്ട്, ആചാര്യനും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്? ദേവാസുര യുദ്ധം എന്ന വിധത്തിൽ മനസ്സിലെ യുദ്ധമാണോ? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ മാതിരിയാണ്. നിങ്ങൾക്ക് ലോകത്തെ കാണണമെങ്കിൽ, നിങ്ങൾ മെമ്മറൈസ് ചെയ്യണമെങ്കിൽ, നിങ്ങളൊരു രാജാവും ഒരു ശത്രുവായിരിക്കുന്ന ഒരാളും യുദ്ധം ചെയ്താൽ സങ്കല്പിച്ചോളൂ. പക്ഷെ നമ്മൾ ആത്യന്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇതിഹാസം എന്നത് ധർമ്മോപദേശമാണ്. അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു രാജാവ് ഏതോ കാലഘട്ടത്തിൽ ഏതോ ഒരു രാവണനെ കൊല്ലുന്നതല്ല, ആണോ? അങ്ങനെയാണെങ്കിൽ കഥ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഇതിഹാസാർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു, ധർമ്മോപദേശം കഥാരൂപത്തിൽ പറയുന്നതാണ്. അപ്പൊ അടുത്ത ചോദ്യം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് രാവണനും ഇല്ലെങ്കിൽ രാമനും തമ്മിലുള്ള യുദ്ധം ലോകം മുഴുവനും പറഞ്ഞാലും ഏറ്റവും പ്രധാനമാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോകത്ത് വേറെ ഒരു സ്ഥലത്തും ഇതേമാതിരി മാനുഷിക രീതിയിൽ പോകുന്ന ഒരു കഥാപാത്രം ഇല്ല. ജീവിതത്തിൽ ഈ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. നിത്യജീവിതത്തിൽ വരുന്നതാ. ശ്രദ്ധിച്ചോളൂ. ഒരാൾ മോശമായി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ അവനുമായിട്ട് രാമരാവണ യുദ്ധമാണ്. നിങ്ങൾ മാക്സിമം പുറകിലേക്ക് വലിയും, അതിനുശേഷം നിങ്ങൾ പൊട്ടിത്തെറിച്ചിട്ട് നേരെയാക്കും. നിത്യജീവിതമാണ് രാമരാവണ യുദ്ധം. നിത്യജീവിതമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അതെങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് രാമായണം. അതിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഉണ്ടാവും, ബാക്കിയുള്ളവർ കൂടി ഉണ്ടാവും. അവരെങ്ങനെ ഉപയോഗിക്കണം എന്നെല്ലാം രാമായണം പഠിപ്പിക്കുന്നുണ്ട്, ഇല്ലേ? നോക്കിക്കോളൂ. അതുകൊണ്ട് മറ്റു യുദ്ധങ്ങളെ അപേക്ഷിച്ച്, മഹാഭാരതത്തിലെ 18 ദിവസം യുദ്ധങ്ങളെ അപേക്ഷിച്ച് അത് ഇതിവൃത്തം വേറെയാണെങ്കിൽ ഇവിടെ ധർമ്മമാണ് പ്രധാനം. നിങ്ങളുടെ നിത്യജീവിതമാണ്. ആ നിത്യജീവിതത്തിൽ ഇതേപോലെ കഥാപാത്രങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് നിത്യജീവിതത്തിൽ ആചരിക്കുന്ന മറ്റൊരു കഥാപാത്രം ഇല്ല. നിങ്ങളുടെ മുമ്പിൽ എല്ലാ ദിവസവും രാവണൻ വരും, നിങ്ങൾ എല്ലാ ദിവസവും രാമനും ആവും. ആ ദേവാസുര യുദ്ധം നമ്മുടെ മനസ്സിലാണ് എല്ലായ്പ്പോഴും ഒന്ന പോലെ. സ്ഥൂലത്തിൽ, മനസ്സിലല്ല, സ്ഥൂലത്തിൽ. അപ്പുറത്തെ യുദ്ധം രാജാവും ഒരു അസുരനും തമ്മിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഉള്ളിലും ചെയ്യുന്നുണ്ട്. ഇനി പറയൂ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും ആ യുദ്ധത്തിന് പ്രാധാന്യം പറയുന്നത്? അതിന് മാത്രമേ ഉള്ളൂ. കാരണം മറ്റേത് മഹാഭാരത യുദ്ധങ്ങൾ എടുത്തോളൂ, പല സമയങ്ങളിലാണ്. ഇതല്ല, നിങ്ങളുടെ ഇത് നിത്യമാണ്. ഇനി നമ്മള് രാമൻ അങ്ങനെ സീതയുമായി തിരിച്ചെത്തി. അവിടെ 2 തരത്തിലുള്ള അതുണ്ട്. സീതയെ നടത്തിക്കൊണ്ടുവരുന്നു, ലങ്കയിൽ എല്ലാവരും കാണുന്നു. ആദ്യം തന്നെ രാമൻ ഏറ്റവും സിംഹാസനാരൂഢനാവുന്നതിന് മുമ്പ് തന്നെ അവിടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ, എൻ്റെ വായനാനുഭവത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം പകർന്ന, എന്നെ വിസ്മയിപ്പിച്ച ഒന്ന് വാൽമീകി ക്രിയേറ്റ് ചെയ്തൊരു സീക്വൻസാണ് അത്. സീത ഏറ്റവും നീചമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലക്ഷ്മണനെ രാമനെ തേടി അയക്കുന്നത്. ഒരിക്കലും സീതയിൽ നിന്ന് പ്രതീക്ഷിക്കില്ല അത്തരം ഒരു വാക്കുകളും അത്തരം പ്രയോഗങ്ങളൊന്നും സീതയിൽ നിന്ന് പ്രതീക്ഷിക്കില്ല. അത് കഴിഞ്ഞ് പോകുന്നു. ആ പോകുന്ന സീത വീണ്ടും ലക്ഷ്മണനെ കാണുമ്പോൾ
ആദ്യം പറയുന്ന വാക്ക് ലക്ഷ്മണനോടുള്ള അടുത്ത സംഭാഷണം വരുന്നത് ലക്ഷ്മണ നീ അഗ്നി കൊണ്ടുപോവാ എന്നുള്ളതാണ്. എന്നെ കത്തിക്കാനുള്ള അഗ്നിശുദ്ധി വരുത്താനുള്ള അഗ്നി കൊണ്ടുപോകാനാണ്. ഈ അഗ്നിശുദ്ധി എന്ന് പറയുന്ന കൺസെപ്റ്റ് പിന്നെയും വരുന്നുണ്ട്. അത് സീത പക്ഷേ സ്വീകരിക്കുന്നുമില്ല. രണ്ടാമത് വരും മുമ്പ് ഈ ആദ്യത്തെ അഗ്നിശുദ്ധിയുടെ ഒരു കൺസെപ്റ്റ് എന്താണ്? നമ്മൾ രണ്ട് തരത്തിലാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ജീവിതത്തെ നോക്കുന്ന സമയത്ത് ശരിയും തെറ്റും സമൂഹത്തിന് തനിക്ക് മാത്രം തിരിച്ചറിവ് എന്നുള്ളത് മാത്രമല്ല, ലോകത്തെ കാണിക്കുക എന്നൊരു സാധനമുണ്ട് എല്ലായ്പ്പോഴും. ഇപ്പോൾ ഞാൻ ശരി എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ചില സമയങ്ങളിൽ താൻ എന്ന് പറയുന്ന ശരി മാത്രമല്ല ലോകത്തിൽ കാണിക്കേണ്ടത്, ലോകത്തെയും കാണിക്കേണ്ടത് ആവശ്യമാണ് എപ്പോഴും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു മാതൃഭൂമിയുടെ ഓഫീസാണെങ്കിൽ ഒരാൾ നല്ലതാണെന്നും വിചാരിച്ചിട്ട് ജീവിക്കാൻ മാത്രം പോരാ, ലോകത്തെ കാണിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. അപ്പോൾ മാത്രമാണ് നമ്മൾ ശുദ്ധി എന്ന് പറയുന്ന സാധനം വരും, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം സീത എന്തുകൊണ്ടത് ചെയ്യുന്നതെന്ന് വെച്ചാൽ തനിക്ക് മാത്രമല്ല ശുദ്ധത തോന്നിപ്പിക്കേണ്ടത്, ലോകത്തിന് കാണിക്കണമെന്ന് തോന്നുമ്പോഴാണ്, തൻ്റെ പരിധിയിൽ നിന്ന് മാറുമ്പോഴാണ് ആ ശുദ്ധത കണ്ടിരുന്നത്. ഇതേ സാധനം തന്നെയാണ് അഗ്നിശുദ്ധി. ശ്രീരാമചന്ദ്രൻ്റെ ഇതിലും പറയുന്നത് ശുദ്ധി ഇല്ലാതെ പറ്റില്ല, അഗ്നിശുദ്ധി ചെയ്യണം. ശരിക്കും രാമനും സീതയ്ക്കും ആവശ്യമില്ല, ഉണ്ടോ? ഇല്ല. പക്ഷെ ആർക്ക് വേണ്ടിയായിരിക്കും അത് കാണിക്കുന്നത്? അവിടെ നാട്ടുകാർക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടിയാ. കാരണം താൻ ഇരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് ലോകധർമ്മിയും കൂടെയാണ്, രാജാവാണേ. അപ്പൊ വ്യക്തിധർമ്മത്തിലുപരി ലോകധർമ്മം വരുമ്പോഴാണ്. അവിടെ രാജാവായിട്ടില്ല. ആരാണ് അഗ്നിശുദ്ധി ചെയ്യുന്നത് ആദ്യത്തെ ഭാഗത്ത്? സീതയാണോ രാമനാണോ? രാമൻ ആവശ്യപ്പെടുന്നു, സീത ചെയ്യുന്നു. എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു? നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. ഇറങ്ങുമ്പോഴെങ്കിലും അത് ബോധ്യപ്പെടുത്തേണ്ടതാണ്, അവനവന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ രാമൻ പറയാണ് എനിക്ക് അഗ്നിശുദ്ധി അറിയണം എന്ന് രാമൻ പറയുകയാണെങ്കിൽ തെറ്റി. എന്തുകൊണ്ടായിരിക്കും? ഭാരതീയ പൈതൃകം തെറ്റി. കാരണം ഭാര്യയും ഭർത്താവും രണ്ടല്ല, ഒന്നാണ്. സീത അഗ്നിശുദ്ധിയിൽ പവിത്രത അല്ല എന്നാണെങ്കിൽ രാമനും പവിത്രനല്ല. കാരണം രണ്ടല്ല, രണ്ടാണെങ്കിലും ഒന്നാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സീത പവിത്രതയല്ലെങ്കിൽ രാമനും പൂജനീയനല്ല. കാരണം രണ്ടല്ല, അർദ്ധനാരീശ്വര സങ്കല്പമാണ് നമുക്ക്, ശരിയല്ലേ? അതുകൊണ്ട് ചോദ്യം ഇതാണ്, ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? അവർക്ക് രണ്ടുപേർക്കുണ്ട്. അപ്പോൾ ശരിക്കും രാമൻ അഗ്നിശുദ്ധി ചെയ്തത് തന്നെ തന്നെയാണോ സീതയാണോ? സ്വയം ശുദ്ധീകരിക്കാൻ രണ്ടും വരണം. താൻ ബന്ധിക്കപ്പെട്ടതായ സാധനത്തെ ശുദ്ധീകരിക്കേണ്ടത് അവനവന്റെ ആവശ്യമാണ്. അപ്പൊ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്റെ പ്രാണനെ ശുദ്ധീകരിക്കലാണ് രാമൻ ചെയ്തിരിക്കുന്നത്, അഗ്നിശുദ്ധി ചെയ്തിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നല്ല. പക്ഷെ അടുത്ത തവണ അഗ്നിശുദ്ധിക്ക് ആവശ്യപ്പെടുമ്പോൾ അത് കാര്യങ്ങൾ പട്ടാഭിഷേകം കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി അതിനിടയിലുള്ള കുറച്ച് സന്ദർഭങ്ങൾ വരുന്നുണ്ട്. ഈ കാഞ്ചന സീതയെ വെച്ചുകൊണ്ട് അശ്വമേധം നടത്തുന്നു. അവിടെ വീണ്ടും രാമൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത് സീതയോട്. സീത അന്തർധാനം ചെയ്തു പോകുന്നുണ്ട്. രാമൻ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ, പൂർണ്ണ ഗർഭിണിയായ സീതയെ കാട്ടിലുപേക്ഷിച്ചു. ഒരു രാജാവിന് കരണീയമായ ഒന്നായിരുന്നു. ശരിക്കും ഇത് വാൽമീകി രാമായണത്തിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ പറയാറുണ്ട്. ഉത്തരരാമചരിതം എന്ന ഭാഗത്താണ് സാധാരണ പറയുന്നത്, മറ്റേത് അഭിഷേകത്തോടുകൂടി തീരുകയാണ്. അതിലാണ് ഈ ഭാഗങ്ങളൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് ബറോഡ ഇത് പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാം പഠിക്കുന്നത് പട്ടാഭിഷേകത്തോടെ രാമചരിതം കഴിഞ്ഞു എന്നുള്ള ഉത്തരരാമചരിതത്തിലാണ് ഇതെല്ലാം വരുന്നത്. ചോദ്യം രണ്ട് തരത്തിലാണ്. ഇത് ചോദ്യം വന്നതുകൊണ്ടും നമ്മൾ സ്വാഭാവികമായിട്ടും എൻ്റെ യുക്തി എടുക്കുമല്ലോ, സ്വീകരിക്കാതിരിക്കാം, പക്ഷെ നമ്മളുടെ ആശയം സ്പഷ്ടമാക്കാമെന്ന് പറയും. ചോദ്യം രണ്ട് കാര്യത്തിലാണ്. രാമൻ സീതയെ പരിത്യാഗം ചെയ്യുന്നത്, പൂർണ്ണഗർഭിണിയായ ചെയ്യുന്നത് വ്യക്തിയായിരിക്കുന്ന പതിയായിട്ടാണോ രാജാവായിട്ടാണോ? ഇതാണ് ഒന്നാമത്തത്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇത്ര കാലം ഒരു രാവണന്റെ രാജധാനിയിൽ താമസിച്ചെന്നും പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ ആ രാജസിംഹാസനം കൊടുക്കുന്ന സമയത്ത് ഏത് യുക്തിയെ സ്വീകരിക്കും? രാമന്റെ പുത്രനായിട്ട് സ്വീകരിക്കുമോ, രാവണന്റെ പുത്രനായിട്ട് ജനങ്ങൾ സ്വീകരിക്കുമോ? കാരണം അടുത്ത പുത്രനാണല്ലോ രാജാധികാരം. അങ്ങനെയാണെങ്കിൽ രാജാവ് എന്ന രീതിയിൽ രാമൻ എന്തായിരിക്കും കർത്തവ്യം? ഒഴിവാക്കാണ്. ഇപ്പോൾ എളുപ്പത്തിൽ പറയാം നമുക്ക്, ഓരോരുത്തരെയും വ്യക്തി അറിയാം. ഇപ്പൊ നമ്മൾ ദൃശ്യം മൂവി കണ്ടില്ലേ? ദൃശ്യം മൂവിയിൽ മോഹൻലാലാണെന്ന് വെക്കും. ഈ സിനിമയിലെ കഴിഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എൻ്റെ ലോകം എന്നത് എൻ്റെ ഭാര്യയും കുട്ടികളെയാണ്. ആ കുട്ടികളെയും ഇതേ സംരക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും. ഇതാണ് മോഹൻലാൽ അടിവരയിട്ട് പറയുന്നത്.
ആ വ്യക്തിയുടെ ധർമ്മം എന്തായിരുന്നു? വ്യക്തിധർമ്മമാണ്. അതായത് കുടുംബത്തിന്റെ രക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പിതൃധർമ്മമാണ് അദ്ദേഹം കാണിച്ചത്, ആണല്ലോ. സംരക്ഷിക്കുക എന്നുള്ളതാണ് ധർമ്മം. ഇനി രാജാവായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എന്തു ചെയ്യണമായിരുന്നു? ഒഴിവാക്കുക മാത്രമല്ല, ജയിലിൽ അടയ്ക്കണമായിരുന്നു, അല്ലേ? ഇത് തന്നെയാണ് ചോദ്യം. അതായത് രാമൻ പത്നി സമേതനായിട്ടിരിക്കുമ്പോ ഭർത്താവായിട്ട് നോക്കണമായിരുന്നു, രാജാവായിട്ട് നോക്കണമായിരുന്നു? ഭർത്താവായിട്ട് നോക്കിയാൽ തെറ്റ്. കാരണം എന്തായിരിക്കും? സീറ്റ് രാജാവിന്റെ ആണ്. ഇനി പറയും, അദ്ദേഹം വിട്ടത് ധർമ്മമാണോ? അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പുറത്തു നിന്നുള്ള ഒരാൾ പറയുന്നു, ആ പുറത്തു നിന്നുള്ള ഒരാളുടെ വാക്ക് കേട്ട് അയാളുടെ ഉള്ളിലും ആസുരമായ ശക്തികളുടേതല്ലേ? ഇത്രയേറെ എല്ലാ ആസുര ശക്തികളെയും നിഗ്രഹിക്കുന്ന രാമഭാവം അയാളുടെ ഉള്ളിലുമുണ്ടല്ലോ. അതിനെ തടയേണ്ടതല്ലേ ആയിരുന്നേ രാമൻ? ഏതെങ്കിലും അവസരത്തിൽ തന്റെ രാമത്വം പ്രകടിപ്പിച്ച ഏതെങ്കിലും ഒരു സ്ഥലം പറയാമോ രാമായണത്തിൽ? ഇല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് നമ്മളിൽ ഒരാളായി ജീവിച്ച് നമ്മളിൽ ഇതൊക്കെ വരാൻ സാധ്യത ബോധിപ്പിക്കാനാണ് രാമൻ എന്നൊരു കഥാപാത്രത്തെ സാധാരണക്കാരനായിട്ട് വാൽമീകി മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ ഇതിവൃത്തം ഒരിക്കലും ദേവനായിട്ടല്ല. നമ്മൾ ഈ രണ്ടും കൂടെ കൂട്ടിപ്പിടിക്കുന്നതുകൊണ്ടാ. രാമൻ നമ്മളാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഞാനാണ് എൻ്റെ രാമൻ. എന്നിൽ വരുന്ന എല്ലാ, അതായത് രാമനിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നിലും സംഭവിക്കാമെന്ന് വാൽമീകി പറയുന്നതാണ് എൻ്റെ രാമൻ. അതിനെ കഥാപാത്രങ്ങളെ മാറ്റി നമ്മൾ ദൈവോപാശ്രയത്തിലേക്കും ദേവതായ ജനത്തിലേക്കും മാറുമ്പോഴാണ് ഇത് രണ്ടും കൂട്ടിയടിക്കുന്നത്. എല്ലാം അറിയുന്ന രാമന് ഇത് അറിഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു ചോദിക്കും. കാഞ്ചന സീതയെ വെച്ചുകൊണ്ടാണ് യാഗം നടത്തുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരിത്യജിച്ച സീതയ്ക്ക് പകരം സ്വർണം കൊണ്ടൊരു സീത ഉണ്ടാക്കണം. രണ്ടു തരത്തിലാ. വീണ്ടും ചോദ്യം അത് തന്നെയാണ്. യജ്ഞകർമ്മത്തിന് വേണ്ടിയാണോ ചെയ്തത്, അവനവന് വേണ്ടിയാണോ ചെയ്തത്? യജ്ഞപൂർത്തീകരണത്തിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യജ്ഞകർത്താവ് പറയുന്ന ഇതാണ് കാഞ്ചന സീത. രാമൻ പറയുന്നതല്ല. രാമന് യജ്ഞം അറിഞ്ഞുകൂടാ. യജ്ഞാധികാരിയെ കുറ്റം പറയണം അങ്ങനെയാണെങ്കിൽ. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ, രാജാവാണെന്ന് വിചാരിക്കും മധുവേട്ടൻ. എന്ത് ചെയ്യണം? ഒരു യജ്ഞം ചെയ്യണം. യജ്ഞം ചെയ്യുമ്പോൾ എന്താണ് നിയമങ്ങൾ? ഇങ്ങനെ വേണം. എന്ത് ചെയ്യണം? എൻ്റെ കൂടെ പത്നിയില്ല. എന്ത് ചെയ്യണം? ഞാൻ പറയുന്നു കാഞ്ചന സീത വയ്ക്കാം. അങ്ങാണോ ഉത്തരവാദി? ഞാനാണോ ഉത്തരവാദി? യജ്ഞത്തിന്റെ നിയമം പറയുന്ന ആളുകൾക്കനുസരിച്ച് രാജാവ് എന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ. യജ്ഞത്തിന്റെ അധികാരി രാമനല്ല, യജമാന സ്ഥാനം മാത്രമാണ്. അതിൽ എന്ത് വെക്കുന്നു എന്നുള്ള ഞാനാ തീരുമാനിക്കുക. അതുകൊണ്ട് യജ്ഞത്തിൽ കാഞ്ചന സീതയെ വെച്ചിട്ടുണ്ടെങ്കിൽ രാമൻ വെച്ചതല്ല, ക്രിയാകർത്തൃത്വത്തിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞതനുസരിച്ചുള്ള ഉപാധി വെച്ചതാണ്. ഇതിലും കടുത്താണ് അടുത്ത വിമർശനം. ഒരു തപസ് ചെയ്ത ശംഭൂകനെ രാമൻ കഴുത്ത് വെട്ടുന്നു. ഒരു ശൂദ്രന് തപസ് ചെയ്യാൻ അധികാരമില്ല എന്ന് രാമൻ പറയുന്നത് എങ്ങനെയാണ്? അവിടെ മര്യാദാ പുരുഷോത്തമനായ ഒരു രാമനാവുന്നത്. തിരിച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ വ്യാസൻ ഏത് വിഭാഗത്തിൽപ്പെടും? ഭാരതത്തിൽ ശൂദ്രനല്ലാത്ത ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ ബ്രാഹ്മണനായ സന്യാസിമാർ എത്ര പേര് പറയുമെന്ന്? അപ്പൊ ഭാരതത്തിൽ ഏതെങ്കിലും ജാതി വെച്ചിട്ട് സന്യാസമ്പ്രദായത്തെയോ തപസ്സിരിക്കുന്നവരെയോ നമ്മൾ പറയാറുണ്ടോ? ഇല്ല. ഇവൻ ശബരിയുടെ ഭക്ഷണം കഴിച്ച രാമന് പറയുന്നുണ്ട്, ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഗയെ തരണം ചെയ്ത ആൾക്കാരെയും പറയുന്നുണ്ട്. കാവേരി നദി ഉൾപ്പെടെയുള്ള ഇത് ചെയ്യുന്നതും പറയുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ജാതി പറയുന്നതായിട്ട് രാമനെ കണ്ടിട്ടുണ്ടോ? കിഷ്കിന്ധയിൽ വാനരന്മാരോട് കൂടി താമസിച്ച രാമനെ നമുക്കറിയാം. അത് ഏത് ജാതിയിൽപ്പെടും? എന്താ ശംഭുകവധത്തിന്റെ അർത്ഥം? രണ്ടർത്ഥത്തിലാ. ആ വ്യക്തിയെ ശൂദ്രനാണോ എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ എടുക്കുന്നത്. എങ്ങനെ തപസ് ചെയ്തു? എന്തിനു തപസ് ചെയ്തു? പറയൂ. തല കീഴായി കിടന്ന് തപസ്. എന്തിനു തപസ് ചെയ്തു? മോക്ഷം കിട്ടാൻ വേണ്ടി. ഉടലോടെ സ്വർഗത്തിലെത്താനായിട്ട് തപസ് ചെയ്തു. അത് തന്നെ. ഉടലോടെ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇതെടുക്കുന്നത്. പറയൂ, നിയമം അനുസരിച്ച് തപസ് എന്തിനാണ്? ലോക കല്യാണത്തിനാണോ വ്യക്തിഗതത്തിനാണോ? ലോകക്ഷേമത്തിനാണോ? ലോകക്ഷേമത്തിനാണ്. അതിനാണ് തപസ്, ആണോ? ആകെ നമ്മളുടെ ഇതിൽ രണ്ടോ മൂന്നോ കഥാപാത്രങ്ങളേ ഉള്ളൂ. ത്രിശങ്കു വരെയുള്ള മാത്രമേ ഉള്ളൂ ഉടലോടെ സ്വർഗത്തിൽ പോകാൻ നമ്മൾ എടുത്തിട്ടുള്ളൂ. ശരിക്കും ഭക്തി കൊണ്ട് ചെയ്യുന്നതും പ്രയോഗം കൊണ്ട് ചെയ്യുന്നതും തമ്മിൽ അന്തരമുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഇത് അനുവദനീയമാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. വൃക്ഷത്തിൽ തല തിരിഞ്ഞാണ് എടുക്കുന്നത്. തല തിരിഞ്ഞു കടന്നുകൊണ്ടിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, ആണല്ലോ? എന്തുകൊണ്ടായിരിക്കും? ശ്രദ്ധിച്ചോളണം. അത് തപസ്സിന്റെ രൂക്ഷതയാണോ? കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ കഥാപാത്രം എന്തിന് എന്നുള്ളത് ഇത് വേണം. ഇതിന് വേഗം എളുപ്പത്തിൽ ഞാൻ പറയാറുണ്ട്. ഇതിന് എളുപ്പം അങ്ങയ്ക്ക് മനസ്സിലാക്കാം. അപ്പം അങ്ങ് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നു എന്ന് വിചാരിക്കും. അതിൽ അങ്ങയ്ക്ക് ദോഷം വരാനൊരു സാധ്യതയുള്ള ഒരു കഥാപാത്രം അങ്ങ് സൃഷ്ടിക്കുമോ?
ഇല്ല, ഉറപ്പാണ്. ആണല്ലോ. അങ്ങനെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? അങ്ങേ ദോഷം വരുത്താൻ വേണ്ടിയായിരിക്കും, അതോ മറ്റൊരു കാരണം കൊണ്ടായിരിക്കും? ആ കാരണം എന്തുകൊണ്ട് ചിന്തിക്കാത്തേ? ശംഭുവിനെ വധിച്ചതായിട്ടുണ്ടാവാം, വാൽമീകി എഴുതിയെന്നതിന് വെക്കൂ. വാൽമീകിക്ക് ദോഷം വരാൻ സാധ്യതയുള്ള ധർമ്മമല്ല എന്ന് വിചാരിക്കുന്ന ഒരു സാധനത്തെ വാൽമീകി എന്തിനവിടെ ആഡ് ചെയ്തു? അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നതായിരിക്കണം. ആണല്ലോ. അവിടെ വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഭാരതത്തിൽ നിന്ന് മാത്രമല്ല, രാമായണത്തിലോ മഹാഭാരതങ്ങളിലോ ഒരാളും തപസ് ചെയ്തതിനും കൊന്നതായിട്ടുള്ള ചരിത്രമില്ല. ബ്രാഹ്മണർ മാത്രമല്ല, ശൂദ്രന്മാർ തപസ് ചെയ്തത് പറയാൻ പറ്റില്ല. ആണോ? വ്യാസൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. സൂതപരമ്പരകൾ മുഴുവനും കാട്ടിൽ തന്നെയുള്ളവരാണ്. രാമൻ ഭക്ഷണം കഴിച്ചത് സുഗ്രീവന്റെയും ബാലിയുടെയും കൂടെയാണ്. ഇല്ലെങ്കിൽ ആ സമയങ്ങളിൽ ബാലിയുടെ കഥാപാത്രങ്ങൾ ആ സമയത്താണ്. രാത്രി ഭക്ഷണം കഴിച്ചത് മുഴുവൻ ഹനുമാന്റെ കൂടെയൊക്കെ തന്നെയാണല്ലോ. അപ്പൊ അവരേത് ജാതിയായിട്ട് വരും? അപ്പൊ ജാതി എന്നത് രാമന് പ്രശ്നമല്ല എന്ന് ഉറപ്പാണ്. ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ധർമ്മത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിക്കാതെ ധർമ്മിഷ്ഠനായ രാമൻ എന്തിനോട് വധിക്കണം? ശംഭൂകൻ എങ്ങനെയാണ് തപസ് ചെയ്യുന്നത്? ധർമ്മത്തിന് അങ്ങനെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഉടലോടെ സ്വർഗത്തിൽ പോവുക, സ്വന്തം ധർമ്മം അനുസരിച്ച്. ഇപ്പൊ അങ്ങ് ചെയ്യുമെന്ന് വിചാരിക്കും, സ്വർഗത്തിൽ പോകാൻ വേണ്ടി, ഉടലോടെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി തപസ് ചെയ്യുന്നു. അങ്ങ് സമൂഹത്തിന് കൊടുക്കുന്ന ഉപദേശം എന്താണ്? സ്വന്തം ധർമ്മം ചെയ്യാതെ പോകാനാണോ? ആണോ? എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ? ഒരു വ്യക്തി എന്ന നിലയിൽ അവനവൻ്റെ ധർമ്മം ചെയ്തുകൊണ്ട് പൂർത്തീകരിച്ചു പോവുക, തപസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വിശ്വാമിത്രനോ ബാക്കിയുള്ള എല്ലാവരും, വസിഷ്ഠനോ ഉൾപ്പെടെ എല്ലാവരും ചെയ്ത മാതിരി സ്വന്തം ധർമ്മം ചെയ്തുകൊണ്ട്, ലോകധർമ്മം ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും തൃശങ്കുവായാൽ മതിയോ? ഇപ്പൊ നമ്മൾ രാമായണ തത്വം പറയുകയാണ്. രാമായണത്തിൽ ഏത് തത്വത്തെ അങ്ങ് എടുക്കും? ശംഭൂകനായാൽ മതിയോ? സ്വാമി, ഇതൊക്കെ പറയുമ്പോഴും ഭയങ്കര കൗതുകരമായിട്ടൊരു കാര്യമുണ്ട്. 12 വയസ്സുള്ള തൻ്റെ മകന്റെ ജഡവുമായി ഒരു ബ്രാഹ്മണൻ രാജ്യസഭയിലെത്തുന്നു. എന്തുകൊണ്ട് എൻ്റെ മകൻ മരിച്ചു? നല്ല സദ്ഭരണമാണെങ്കിൽ ബാലമരണം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അന്വേഷിച്ചു വന്നപ്പോൾ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ പറയുന്നു, ഒരു ശൂദ്രൻ രാജ്യത്ത് തപസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് ചെന്ന് ശംഭൂകനെ കണ്ടെത്തി, മരത്തിൽ തലകീഴായി കിടക്കുന്ന കണ്ടു, തലയർത്തു. അപ്പോൾ ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് കഥയുള്ളത്. അപ്പൊ ഇവിടെ തന്നെയാണ് അതിന്റെ പ്രശ്നം. ഇപ്പോൾ ശൂദ്രർ തപസ് ചെയ്യുന്നത് ബ്രാഹ്മണന്റെ മകന്റെ മരണത്തിനിടയാക്കുന്നു എന്നൊരു സങ്കല്പമുണ്ടോ? അത് കഴുത്ത് വെട്ടുന്നത് ദേവകൾക്ക് സന്തോഷമാകുന്നു എന്നുള്ളതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കഥ മുഴുവൻ മാറി. ഇതിൻ്റെ തത്വത്തെയും നമ്മൾ ഇതിവൃത്തങ്ങളെ നോക്കുമ്പോൾ പലതരത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ശരിക്കും ഉപശമിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ശംഭൂകനായിട്ട് പറയുന്നത് സാധാരണ. അതിൽ പറയുന്ന ഉലൂകാദികളെ പോലെ എന്ന് പറയും. അതായത് മൂങ്ങയെ പോലെ ഉപശമിച്ചതായ ഒരവസ്ഥയാണ് ശംഭൂകന്റെ അവസ്ഥ. നോക്കേണ്ടത് ഇതിവൃത്തങ്ങളെ എന്തിനാണ് യോജിപ്പിച്ചിരിക്കുന്നതാണ്. 12 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുവരുന്നതാണ് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഏതെങ്കിലും ഒരാൾ തപസ് ചെയ്യുന്നത് കൊണ്ടിട്ടല്ല ഒരാൾ മരിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അതിലൂടെ എന്ത് ഇതിവൃത്തത്തെയാണ് യോജിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ അവസ്ഥ നോക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നുണ്ട് ബാല്യം, കൗമാര, യൗവനം, ഗൃഹസ്ഥാശ്രമം തുടങ്ങിയ മാതിരി ഒരു ഭാരതീയ പദ്ധതി ഉണ്ട്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ആ ജീവിതത്തെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ധർമ്മത്തെ പരിപാലിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം എന്ത് വേണമെന്ന് ചോദിച്ചാൽ അത് കൊടുക്കണം, ഗൃഹസ്ഥാശ്രമത്തിൽ എന്ത് വേണം അത് ചെയ്യണം. ഇങ്ങനെ ഒരു അവസ്ഥ വെച്ചുകൊണ്ടാണ് ഭാരതീയ പാരമ്പര്യങ്ങളെ നിലനിർത്തുന്നത്. ഇതിൽ നിന്ന് വ്യത്യാസം വന്നാൽ അവനെ നിഗ്രഹിക്കണമെന്നാണ് നിയമം. ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഞാൻ സ്ഥിരം പറയുന്നൊരു ഉദാഹരണം പറഞ്ഞത് വധം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി വർണ്ണാശ്രമത്തിന് നിയമം പറഞ്ഞാൽ എളുപ്പമാവും ശരിക്കും പറഞ്ഞു. അപ്പോൾ ശൂദ്രൻ പറയുന്നത് വൈശ്യൻ, ക്ഷത്രിയൻ, ഇതാണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരെന്നാണ് പറയുക. അപ്പൊ ശൂദ്രൻ എന്ന് പറയുന്നത് ശുനുഗതവും, അല്ലെങ്കിൽ ഗതിക്ക് കാരണമായിരിക്കുന്നവനാരോ അവനാണ് ശൂദ്രൻ എന്ന് പറയും. ഇത് സൃഷ്ടിയുടെ മൂലമാണ്. ഇപ്പോൾ ഒരു ശൂദ്രൻ എന്ന് പറയും, അല്ലെങ്കിൽ ജാതി അല്ലാട്ടോ പറയുന്നത്, ഇത് വർണ്ണമാണ്. ആ വർണ്ണത്തിലൊരാൾ പഴയ മുത്തശ്ശന്മാരുടെ അടുത്ത് പോയാൽ ഒരു പടവലങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പടവലങ്ങി മാറ്റിവെക്കും. എന്തിനായിരിക്കും? അടുത്ത ഒരു വൃത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആ ശൂദ്രനെ വൈശ്യവൃത്തിയിലേക്ക് യോജിപ്പിച്ചു കൊടുക്കും. അദ്ദേഹം എന്തായിരിക്കും ചെയ്യുക? ആദ്യം ചെയ്യുന്നത് ഏറ്റവും നല്ല സാധനം വിൽക്കും. കാരണം ആ സമയത്തെ കാര്യം മാത്രമാണ് ഉണ്ടാക്കുക. വൈശ്യന് നേരെ വിപരീതമായിട്ട് ക്ഷത്രിയത്വം കൊടുത്തു നോക്കൂ, എന്തായിരിക്കും സംഭവിക്കുക? നേരെ രാജസിംഹാസനം മുഴുവനും എന്തിലേക്ക് യോജിപ്പിക്കും? വൈശ്യവൃത്തിയിലേക്ക് ധനാഗമനത്തിന് ഉപയോഗിക്കും. അതോടെ ക്ഷത്രിയത്വം രാജ്യം നശിക്കും. ക്ഷത്രിയനെ ഉപദേശിക്കാൻ നോക്കൂ, ബ്രാഹ്മണത്വം കൊടുത്തു നോക്കൂ, നശിക്കും. ശരിയല്ലേ? ദ്രോണരാവും. അതായത് ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തും.
അപ്പോൾ എല്ലാവർക്കും അവനവന്റെ ധർമ്മം എന്താണോ ആ ധർമ്മ വ്യവസ്ഥയിൽ നിൽക്കണം എന്നാണ്. ഇനി നേരെ തിരിച്ച് നിങ്ങൾ വിശ്വാമിത്രൻ എന്ന വസിഷ്ഠൻ ഇവരിൽ നിന്ന് വസിഷ്ഠത്വം സംഭവിച്ചാൽ പിന്നെ വിശ്വാമിത്രൻ ഇല്ല, അതായത് ക്ഷത്രിയനില്ല, നിങ്ങൾ അതിൽ തന്നെ നിന്നാ മതി. നിങ്ങൾ രണ്ടവസ്ഥയിൽ നിൽക്കരുതെന്ന് പറയും. ഇവിടെ ചോദ്യം അത് തന്നെയാണ്, ഏതവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം തപസ് ചെയ്യുന്നത്? ശൂദ്രനായിട്ടാണോ തപസ് ചെയ്യുന്നത്? അതെ. നിങ്ങൾ വർണ്ണത്തിൽ നിന്ന് തപസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തപസ്യല്ല, നിങ്ങൾ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തപസ് ചെയ്യുന്നത്. നിങ്ങളുടെ ധർമ്മം ചെയ്യാതെ, ലോകധർമ്മത്തിൽ ചെയ്യാതെ നിങ്ങൾ മറ്റൊന്ന് കാണിക്കുകയാണ്. രണ്ടും കൂടെ ആവരുത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ശൂദ്രനായിട്ടിരിക്കുക, അതായത് സൃഷ്ടിയുടെ മൂലമായിട്ടിരിക്കുക, അല്ലെങ്കിൽ തപസ് ചെയ്യുന്ന സന്യാസിയായിട്ടിരിക്കുക. ഏതാണ് ചെയ്തത്? എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഇതിൽ പറയാനുണ്ട്. ഓരോ വ്യക്തികളും നമ്മൾ തപസ്സനുസരിച്ച് അല്ലെങ്കിൽ വ്യക്തികളനുസരിച്ച് ലോകത്തിൽ ഓരോ സ്വരൂപത്തെ നമ്മൾ കുട്ടികളിലേക്ക് എടുക്കാറുണ്ട്. ചെറുപ്പകാലത്തിൽ എന്താ പറയുക, ഇതിനെ പോലെ കുരങ്ങിനെ പോലെ, രണ്ടാമത്തെ രീതിയിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ കുതിരയെ പോലെ എടുക്കും, മൂന്നാമത്തേൽ പോകുമ്പോൾ കഴുതയെ പോലെ നോക്കും, അതിനുശേഷം വരുന്നത് നമ്മൾ ഉലൂകത്തെ പോലെയാണ്, മൂങ്ങിയെ പോലെയാണ്. അതായത് ഒരു കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിന്ന് അവനവന്റെ ധർമ്മം ചെയ്യാൻ പറ്റാത്ത കിടക്കുന്ന ഒരവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പേരതാണ്. സ്വന്തം കുടുംബത്തിൽ പോലും ധർമ്മം ചെയ്യാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഉലൂകത്തെ പോലെയാണ് അവിടെ യോജിപ്പിച്ചു വെച്ചിരിക്കുക. എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, എന്തായിരിക്കും? ലോകത്ത് തൻ്റെ ധർമ്മം അനുഷ്ഠിക്കാത്ത ഉലൂകത്തെ പോലെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ശംഭുകനെ കൊണ്ട് വാൽമീകി പറഞ്ഞിട്ടുണ്ടാവുക സ്വന്തം കർമ്മം ചെയ്യുന്നതല്ല, സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാതെ തലതിരിഞ്ഞെന്നാ പറഞ്ഞിരിക്കുന്നത്. നേരായ തപസ്സുമല്ല, നേരായ വഴിയുമല്ല, അല്ല, നിർബന്ധപൂർവം കിട്ടുന്നതാണ് സ്വധർമ്മം അനുഷ്ഠിക്കാത്ത മൂങ്ങയെ പോലെ. അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങൾ ഉപദേശിക്കുകയാണോ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ മറ്റൊരു കഥാപാത്രത്തെ ശൂദ്രനെ കൊല്ലുക എന്നുള്ളതാണോ കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഈ 12 വയസ്സുള്ള കുട്ടിയുടെ മരണം എന്ന് പറയുന്നത് തന്നെയാണ് ശംഭുകൻ. അതെ, ആ വ്യക്തിയാണ് അതിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്വന്തം ധർമ്മം അനുഷ്ഠിച്ച് ലോക കല്യാണം ചെയ്യുന്നതിന് പകരം നേരെ വിപരീത ധർമ്മം അനുഷ്ഠിക്കുന്ന മൂങ്ങിയെ പോലെ ആയതുകൊണ്ടിട്ടാണ് അവിടെ കൊല്ലേണ്ടി വരുന്നത്. ആ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ ജഡത്വം ഇല്ലാതാക്കി വളർത്തുന്നു മാത്രമാണ് കണക്ട് ചെയ്യുന്നത്. ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു കഥാപാത്രത്തെ ഞാനൊരു ലേഖകൻ എന്ന രീതിയിലോ ഗ്രന്ഥകർത്താവ് എന്ന രീതിയിലോ നോക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ കഥ എഴുതിയെന്നുള്ളതാണ്. ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ കഥാപാത്രത്തെ യോജിപ്പിച്ചൊരു ഗുരുനാഥനായിരിക്കും. ആണല്ലോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള സാധനത്തിന് എഴുതുമോ? അതായത് മൊത്തമായി ഭാരതത്തിൽ ഇത് ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ഗുരുനാഥൻ എഴുതി വെക്കുമോ? ഇല്ല. ആ എഴുതി വെച്ചോണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടുമോ? ഇല്ല. ഇങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ടെന്ന് തന്നെ അറിയില്ല. ആ കഥാപാത്രം നോക്കുമ്പോൾ അതിലെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എന്തുകൊണ്ടാണ് ഗുരുനാഥൻ എഴുതി വെച്ചു എന്നുള്ളതാ എഴുതിയവന്റെ തലയിൽ തന്നെ വരും. ശരിയല്ലേ? എഴുതിയിരിക്കുന്ന വാൽമീകി ആരാണെന്ന് പറയൂ? ശൂദ്രനാണോ? നിങ്ങൾ പറയുന്ന വാൽമീകി എഴുതിയെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ തന്റെ ജാതിയെ കൊല്ലാൻ വേണ്ടി താൻ തന്നെ കഥാപാത്രം ഉണ്ടാക്കും? ഇല്ല. അപ്പൊ ആ കഥാപാത്രത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കഥാപാത്രത്തിലുള്ള നിങ്ങൾക്ക് എന്താണ് തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഉപദേശം. ആണോ? ശരിയല്ലേ? ഇത് ക്രിറ്റിസിസം ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ട അതാ. അദ്ദേഹം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എഴുതി വെച്ചിരിക്കുന്നത് ബ്രാഹ്മണനല്ല. ആണോ? അല്ല. എഴുതി വെച്ചിരിക്കുന്നത് വാൽമീകി ആയിരിക്കുന്ന രത്നാകരൻ തന്നെയാണ്. കാട്ടുവാസിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആണല്ലോ? നിങ്ങളുടെ കണക്കിൽ, നമ്മളുടെ കണക്കിൽ പറയും ST കാറ്റഗറി. അദ്ദേഹം തന്നെ സ്വന്തം കഥാപാത്രത്തെ എഴുതിയിട്ട് കൊല്ലുന്നും പറഞ്ഞ് എഴുതുമോ? ഇല്ലല്ലോ. പിന്നെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജാതി പറയുന്നതായിട്ടൊരു സങ്കല്പം ഇല്ല. രാമായണത്തിൽ എവിടെയെങ്കിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ കഥാപാത്രത്തെ വെറുതെ കയറ്റിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും അഡീഷനാണ്. ഇനി അദ്ദേഹം എഴുതുകയാണെങ്കിൽ ഈ രാമായണം ആദ്യന്തം ഒരിക്കലും ജാതി പറയാത്ത എല്ലാവരുടെയും കൂടെ പോരുന്ന രാമൻ അങ്ങനെ ഒരു ജാതി ചിന്തിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതുവരെ അങ്ങനത്തെ ഒരു കഥാപാത്രം രാമനില്ല. വളർന്നത് മുഴുവനും ഓരോരുത്തരുടെ കൂടെയാണ്. ആണല്ലോ? അപ്പൊ ശംഭുകവധം എന്ന് പറയുന്നത് മറ്റൊരു കാരണത്തിന് വേണ്ടി എഴുതി ചേർത്താണ്. വളരെ സിമ്പിളായിട്ട് തത്വമാണ്. ആദ്യം മുതൽ തത്വമാണെങ്കിൽ ഉറപ്പിച്ചുകൊള്ളണം. ധർമ്മമീമാംസ എന്ന് പറയുന്നത് ബാല്യം, കൗമാരം, യൗവനം, ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത് ധർമ്മം പരിപാലിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പറയാം. നിങ്ങൾ ഒരു വ്യക്തിയെ വർണ്ണത്തിൽ നിന്നുകൊണ്ട് ശൂദ്രനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം തപസ്യല്ല. നിങ്ങൾ തപസ്യാണെന്ന് പറയുകയാണെങ്കിൽ ശൂദ്രനുമല്ല. 2. ഇനി തപസ് ചെയ്യുന്നത് എന്തിനാന്നുള്ളതാണ്. ദേവി മഹാത്മ്യം പറയുന്നുണ്ട്. ചണ്ഡിക മുമ്പിൽ വന്നിട്ട് സുരഥന്റെ അടുത്ത് പറയുന്നത് ലോക കല്യാണ ഹേത്വർത്ഥം വരം വൃണീഷ്വമേ എന്നാണ്. ലോക കല്യാണത്തിന് വേണ്ടി എന്നിൽ നിന്ന് വരം സ്വീകരിച്ചോളൂ എന്നാണ്. വ്യക്തിഗതമായൊരു തപസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ശംഭുകൻ ചെയ്ത് ശരിയോ തെറ്റോ? അപ്പൊ അതിനുവേണ്ടിയാണ് ആ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. വ്യക്തിഗതമായിട്ട് നിങ്ങൾക്കുള്ള ഉപദേശമാണ്. നിങ്ങളുടെ ധർമ്മം ചെയ്തുകൊണ്ട് വേണം തപസ്. അതാണ് നിങ്ങളുടെ തപസ്.
മര്യാദക്ക് എന്റെ പണിയെടുക്കുന്ന പറയണേ. അതെ, അത് തന്നെയാണ്. അത് ഇപ്പോഴത്തെ ബ്രാഹ്മണനോടും പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്. ഈ ജാതി വ്യവസ്ഥ അന്നില്ല എന്നാ പറയുന്നത്. വർണ്ണ വ്യവസ്ഥയാണ്. ഇത് ഒരു സാധനം കൂടെ മധുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് മനസ്സിലാവും. ബ്രാഹ്മണരിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരുണ്ട്, ക്ഷത്രിയരിലും ഇതുണ്ട്, ശൂദ്രരിലും ബ്രാഹ്മണത്വമുണ്ട്. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ശൂദ്രന് കത്തി ഉണ്ടാക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഇതെങ്ങനെ പഠിപ്പിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു ഗുരുനാഥനുണ്ട്, അദ്ദേഹം ആ ഇതിൽ ബ്രാഹ്മണനാണ്. അതിനെ നിയന്ത്രിക്കുന്ന ഒരു ആളുണ്ടാവും, അദ്ദേഹം ആ ശൂദ്രന്റെ ഭാഗങ്ങളിൽ ക്ഷത്രിയനാണ്. ഇത് വിൽക്കുന്ന ഒരാളുണ്ടാവും, അത് വൈശ്യനാണ്. അത് ഉണ്ടാക്കുന്ന ഓരോ മനുഷ്യനിലും ഈ വർണ്ണാശ്രമമുണ്ട്. ഇനി ഒറ്റ കാര്യമുള്ളൂ, 30 ദിവസം രാമായണം വായിക്കണം എന്ന് പറയുന്നുണ്ടോ? അതോ അതുകൊണ്ട് നീ രാവണനാവരുത് രാമനാവണം എന്നാണോ പറയുന്നത്? ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും പറഞ്ഞതിൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും അങ്ങനത്തെ രാമായണം ഇല്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ആചരണം 365 ദിവസമാണ്. ഞാൻ സ്ഥിരം പറയുന്നൊരു സാധനം, എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചാണ്, രാവിലെ നിത്യോപാസന ചെയ്യണം, 35 മിനിറ്റ് 40 മിനിറ്റാണ്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, അല്ല, അത് നിന്റെ പണിയാണ് 35 മിനിറ്റ്, ബാക്കിയുള്ള 23.5 മണിക്കൂറാണ് ഉപാസന. മനസ്സിലായോ? രാവിലെ ചെയ്യുന്ന അരമണിക്കൂർ ചെയ്യുന്ന അല്ല ഉപാസന. ഉപാസന എന്ന് പറയുന്നത് ബാക്കിയുള്ള എങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഉപാസന. അപ്പോഴാണ് ചേർന്നിരിക്കുന്നത്, അവിടെ ഇരിക്കുന്നതല്ല ഉപാസന ശരിക്കും. അതേപോലെ കർക്കിടക മാസത്തിൽ വെറുതെ ഇരുന്നുകൊണ്ട് രാമത്വം പറയുന്നതല്ല ഉപാസന. നിങ്ങൾ രാമനായി ജീവിതകാലത്തിൽ 365 ദിവസം ഇരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഗുണം. ആ ഗുണത്തെ നിങ്ങൾ സ്വീകരിക്കും. ഇപ്പോൾ രാമായണം തുടങ്ങുന്നത് സത്യവ്രതനും ദൃഢവ്രതനും ഇങ്ങനെയുള്ള ആളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പൊ ആ ഗുണത്തെ നിങ്ങൾ സ്വാംശീകരിക്കുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾ രാമായണം വായിക്കണ്ട. അതുകൊണ്ട് തന്നെ 30 ദിവസം ഇത് പറഞ്ഞ് അമ്പലങ്ങൾ പ്രദർശനം ചെയ്യുന്നതൊന്നുമല്ല രാമായണം. രാമന്റെ ഗുണത്തെ നിങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് നിങ്ങൾ ദൃഢവ്രതനാവുന്നുണ്ടോ, സത്യവ്രതനാവുന്നുണ്ടോ, ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് രാമായണം. അത് ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. ആചരണം നിങ്ങളുടെയാണ്. അതുകൊണ്ട് രാമായണം എന്നാ പറയുന്നത്, രാമന്റെ അയനത്തെ പോലെ. നിങ്ങൾ രാമനായിരുന്നുകൊണ്ട് അയനം ചെയ്യുന്നുണ്ടോ? എന്നാൽ രാമായണമായി. രാമായണം വായിച്ചതുകൊണ്ട് രാമായണം അല്ല. അപ്പോൾ രാമായണം അർത്ഥമറിഞ്ഞ് വായിക്കുക, രാമനെ പോലെ ആവുക, രാവണനാവാതിരിക്കുക. വളരെ നന്ദി സ്വാമി. നമോ നാരായണ.